നിഅമത്തും അല്ലാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇനിയുള്ള കാലം അല്ലാഹുവിൻ്റെ തൃപ്തിയിലും പൊരുത്തത്തിലുമായി ജീവിച്ച് ഈ ലോകത്ത് നിന്ന് യാത്ര പറയുന്ന സമയം ഈമാനോടുകൂടി ഷഹാദത്ത് കലിമ ഉറക്കെ പറഞ്ഞ് വെള്ളിയാഴ്ച രാവിലോ പകലിലോ കടങ്ങളൊക്കെ തീർത്ത് തൗബ ചെയ്തു മരിക്കുന്ന മുത്തഖീങ്ങളിൽ അള്ളാഹു നമ്മളെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാ, ഇവിടെ നടന്നു വരുന്ന പ്രഭാഷണ മജ്ലിസിൻ്റെ 3-ാമത്തെ ദിവസമാണെന്ന്. അള്ളാഹു സുബ്ഹാനഹു വ തആല ഇതിനുവേണ്ടി പരിശ്രമിച്ചവർ, ഓടി നടന്നവർ, സഹായിച്ചവർ, നല്ല വാക്കു പറഞ്ഞവർ, മനസാ വാചാ കർമ്മണ ആരൊക്കെ ഇതിനു വേണ്ടി പ്രവർത്തിച്ചോ അള്ളാഹു എല്ലാവർക്കും നല്ല മരണം അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സമയം 9:15, അതുകൊണ്ട് ഞാൻ എൻ്റെ വിഷയത്തിലേക്ക് കടക്കുന്നു. ഒരല്പം താമസിച്ചു പോയി, ട്രെയിൻ അല്പം ലേറ്റായി പോയതുകൊണ്ട്. അപ്പോൾ അതുകൊണ്ട് അൽഹംദുലില്ലാ, തുടങ്ങാൻ താമസിച്ചാലും നിർത്താൻ താമസിക്കത്തൊന്നുമില്ല. അത് കറക്റ്റ് സമയം 11 മണിക്ക് ഇൻഷാ അല്ലാഹ്. അത്ര പോകുമോ എന്ന് എനിക്കറിയില്ല, എങ്കിൽ ഇൻഷാ അല്ലാഹ് ശാരീരികമായി ചില പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളുമുണ്ട്. അള്ളാഹു ഈ മജ്ലിസിൻ്റെ ബറക്കത്ത് കൊണ്ട് എൻ്റെയും നിങ്ങളുടെയും എല്ലാവിധ രോഗങ്ങളും അള്ളാഹു ശിഫയാക്കി തരുമാറാകട്ടെ. അള്ളാഹു ആഫിയത്തും ദീർഘായുസ്സും നൽകുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ്. ഒന്ന് എഴുന്നേക്ക്, എല്ലാവരും എഴുന്നേറ്റെ. എല്ലാവരും ഒന്ന് എഴുന്നേക്ക് താത്താമാരെ. ഇൻഷാ അല്ലാഹ് ഒരു 3 സ്വലാത്ത്. സ്വല്ലല്ലാഹു സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലം. അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. പഞ്ചായത്ത് തിരഞ്ഞെടുപ്പും കഴിഞ്ഞു, സത്യപ്രതിജ്ഞയും കഴിഞ്ഞു. സൗണ്ടൊക്കെ അതിലേ പോയെന്ന് തോന്നുന്നു. അല്ലാഹു ഈ മജ്ലിസ് പരിപൂർണമായി സ്വീകരിക്കുമാറാകട്ടെ. അല്ലാഹു ഈ മജ്ലിസിൽ ഇരുന്ന് ഉറക്ക ആമീൻ പറയുന്ന അതേ ശബ്ദത്തിൽ മരിക്കുന്ന സമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാ എന്നുറക്കെ പറഞ്ഞു മരിക്കാൻ നീ ഭാഗ്യം കൊടുക്കണേ അല്ലാഹ്. ഉണ്ടോ ആമീനൊക്കെ വന്നവരൊക്കെ? എല്ലാവരും ഒന്ന് കയറിയിരിക്കും. ഇവിടെയൊക്കെ മുഖം കാണാൻ വേണ്ടിയോ ഒന്ന് ഇങ്ങോട്ട് കയറിയിരിക്കറോ? ഇത്രയും സ്ഥലം ഫ്രീ ആയിട്ട് കിടക്കുന്നു. ആ പുറകിരിക്കേണ്ട ചങ്ങായിമാരൊന്ന് കയറിയിരുന്നേ. ചന്ദനം ചാരിയ ചന്ദനം മണക്കുന്ന ഈ മുത്തഅല്ലിമീങ്ങളുടെ കൂടെ കൂടിയ ബോക്സിൻ്റെ ഒട്ടിയിരിക്കേണ്ട, ഇങ്ങോട്ട് കയറിയിരുന്നോ ഇൻഷാ അല്ലാഹ്. ഈ മുത്തഅല്ലിമീങ്ങളുടെ കൂടെ ഇരുന്ന അതിന് വലിയ പ്രതിഫല. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് ഒന്ന് കയറിയിരിക്കണേ. സഹോദരിമാരൊക്കെ ഒന്ന് കയറി അടുത്തിരുന്നേ. നിങ്ങൾ അടുത്തിരുന്നാൽ തന്നെ പ്രശ്നം പകുതി തീരും. ഒന്ന് അടുത്തിരുന്നേ. പെണ്ണുങ്ങളൊക്കെ ഒന്ന് എഴുന്നേറ്റെ. സഹോദരിമാരെ ഒന്ന് എഴുന്നേക്ക്. നിങ്ങളൊന്ന് അടുത്തിരുന്നേ. നിങ്ങൾ അടുത്തിരുന്ന അർശിൻ്റെ മുകളിൽ ഇരിക്കണവരൊക്കെ വരും. നിങ്ങളൊന്ന് അടുത്തിരുന്നേ. എല്ലാവരും ഒന്ന് അടുത്തിരുന്നേ. നിങ്ങൾ അടുത്തിരുന്നാൽ തന്നെ എന്തിനാ അകന്നകന്ന് പോകുന്നത്? ഒന്ന് അടുത്തിരിക്കുക. എന്നിട്ട് ആ അപ്പുറത്തിരിക്കുന്ന സഹോദരിമാർക്ക് ഇരിക്കാൻ സൗകര്യമുണ്ട്. നിങ്ങളൊന്ന് കയറിയിരുന്നോ. ഇങ്ങോട്ട് അടുത്തിരുന്ന അത്രത്തോളം നല്ലതല്ലേ. ആ മുകളിലിരിക്കുന്ന സഹോദരിമാരെ കസേര തലേ ചുമന്നുകൊണ്ട് നടക്കുക. ഒന്ന് കയറിയിരുന്ന പെണ്ണുങ്ങളൊക്കെ ഒന്ന് അവിടെ ഇരിക്കണം. ആ പെണ്ണുങ്ങളോടൊന്ന് കയറിയിരിക്കാൻ പറഞ്ഞു. പെണ്ണുങ്ങൾ തുടങ്ങിയ അവിടെ ഇരിക്കുന്ന സഹോദരിമാരൊക്കെ ആ മുകളിലിരിക്കുന്നവരൊക്കെ താഴെ ഇറങ്ങിയിരിക്കാൻ പറ്റുന്ന സ്ഥലങ്ങളിലൊന്ന് കയറിയിരുന്നോളൂ ഇൻഷാ അല്ലാഹ്. ഉമ്മാടെ ഗർഭാശയം പോലെ ആവശ്യത്തിന് സ്ഥലമുണ്ട്. നിങ്ങളൊന്ന് അടുത്തിരുന്നാൽ മതി. അൽഹംദുലില്ലാ. അള്ളാഹു നമ്മുടെ മജ്ലിസ് പരിപൂർണമായി അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. ഒരു 11 മണി വരെ ഇരിക്കൂല്ലേ? മുത്തല്ലിങ്ങളൊക്കെ ഇരിക്കറോ? മക്കൾ നിങ്ങൾ കുട്ടികളൊക്കെ കയറി നിങ്ങൾ പോയിരുന്നു. എല്ലാവരും ഇരുന്നോളൂ ഇൻഷാ അല്ലാഹ്. ഫവാസ് ഇരുന്നു ഇൻഷാ അല്ലാഹ്. താത്താമാര് നിർത്തിയിരുന്നെങ്കിൽ തുടങ്ങാമായിരുന്നു. അവിടെ ഇരിക്കുന്ന സഹോദരിമാരൊക്കെ ഒന്ന് കയറിയിരിക്കും ഇൻഷാ അല്ലാഹ്. അൽഹംദുലില്ലാ. തുടങ്ങട്ടെ. താത്താമാരൊക്കെ സ്വർണം കൊണ്ടുവന്നിട്ടുണ്ട് തോന്നുന്നു. അള്ളാഹു എല്ലാവർക്കും ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. 1 ലക്ഷം കഴിഞ്ഞു സ്വർണത്തിൻ്റെ ഒക്കെ വില ഇൻഷാ അല്ലാഹ്. മഹാനായ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കൂടെ നബിയുടെ കൂടെ ഖിദ്മത്ത് ചെയ്യുവാൻ, നബിക്ക് ഖിദ്മത്ത് ചെയ്യുവാനും നബിയുടെ കൂടെ യാത്ര ചെയ്യാനും അവസരം കിട്ടിയ ഒരു ചെറുപ്പക്കാരനാണ് റബീഅ റളിയല്ലാഹു തആല അൻഹു.
ഈ ഇരിക്കണ ഓരോ മനുഷ്യൻ്റെയും മനസ്സിൽ ഒരേ ഒരു ആഗ്രഹമേ ഉള്ളൂ, സ്വർഗത്തിൽ പോകണമെന്ന്. അള്ളാഹു നമുക്ക് ആ സ്വർഗം നൽകുമാറാകട്ടെ. എല്ലാവരും ആഗ്രഹം സ്വർഗത്തിൽ പോകണമെന്ന്. അതിനു വേണ്ടിയാ ഞാൻ വഴുതു പറയുന്നത്, നിങ്ങൾ കേൾക്കുന്നത്. നമ്മുടെ ജീവിതത്തിലെ വിലപ്പെട്ട സമയം നമ്മൾ ഈ ഇൽമിൻ്റെ മജ്‌ലിസിൽ കൊണ്ടുവന്ന് വെച്ചിരിക്കുന്നതിൻ്റെ പിന്നിലുള്ള ലക്ഷ്യം തന്നെ സ്വർഗത്തിൽ പോകണമെന്നാണ്. അതിനുവേണ്ടി എല്ലാവരും ആത്മാർത്ഥമായി ദുആ ചെയ്യാറുണ്ട്. പടച്ചവനെ, എനിക്ക് സ്വർഗം കിട്ടണം, അള്ളാഹുവിൻ്റെ മുമ്പിൽ വിജയിക്കണം, ദുആ ചെയ്യണേ എന്ന് പറയുന്ന ഒരുപാട് പേരുണ്ട്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പരിശുദ്ധമായ റജബ് മാസമാണ്. അള്ളാഹു ഈ മാസത്തിൻ്റെ ബറക്കത്ത് കൊണ്ട് നമ്മളെയൊക്കെ രക്ഷപ്പെടുത്തുമാറാകട്ടെ. ഈ മജ്‌ലിസിലെ ദുആയിക്ക് അള്ളാഹു ഇജാബത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. റബിയ റളിയല്ലാഹു തആല അൻഹു ഒരു ചെറുപ്പക്കാരനായ സ്വഹാബിയ, അള്ളാഹുവിൻ്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കൂടെ ഒരിക്കൽ യാത്ര ചെയ്യുവാനുള്ള അവസരം റബിയായിക്ക് കിട്ടി. അങ്ങനെ നബിതങ്ങളുടെ കൂടെ യാത്രയൊക്കെ ചെയ്ത് രാത്രിയിൽ നബിതങ്ങൾ രാത്രി താമസിക്കാൻ തീരുമാനിച്ചു. അങ്ങനെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ രാത്രിയിൽ ഇങ്ങനെ കിടന്നുറങ്ങുമ്പോൾ ഈ റബിയ എന്ന് പറയുന്ന ചെറുപ്പക്കാരന് നബിതങ്ങളോട് വല്ലാത്ത വല്ലാത്ത ഒരു സ്നേഹം. റബിയ റളിയല്ലാഹു തആല അൻഹു, പ്രവാചകൻ എന്തായാലും രാവിലെ എഴുന്നേക്കും, ഒളുവെടുക്കാൻ എന്തെങ്കിലും നബിതങ്ങൾക്ക് എന്തായാലും വെള്ളം വേണം. അതുകൊണ്ട് പച്ചവെള്ളം തണുപ്പാണ്, വല്ലാത്ത തണുപ്പാ. അതുകൊണ്ട് പച്ചവെള്ളത്തിൽ ഒളുവെടുക്കാൻ പ്രയാസകമാകും. അതുകൊണ്ട് ഈ പറയുന്ന റബിയ എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ നബിതങ്ങൾക്ക് വേണ്ടി ചൂടുവെള്ളം തയ്യാറാക്കി ആ വെള്ളവുമായിട്ട് നബിതങ്ങളെ വിളിച്ചുണർത്തുന്നില്ല. നബിതങ്ങൾ എപ്പോൾ എഴുന്നേൽക്കുന്നുണ്ടോ ആ എഴുന്നേക്കുന്ന സമയത്ത് നബിതങ്ങൾക്ക് വെള്ളം കൊടുക്കാമെന്നുള്ള ഒരു തീരുമാനത്തോടു കൂടി ഉറക്കമൊഴിച്ചു വെള്ളവും കാത്തി നബിതങ്ങളെ കാത്തു നിൽക്കുകയാണ്. അള്ളാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ തണുപ്പുള്ള രാത്രിയിൽ പ്രവാചകൻ വാതിൽ തുറന്ന് വെളിയിലേക്ക് ഇറങ്ങുമ്പോൾ മഹാനായ റബിയ റളിയല്ലാഹു തആല അൻഹു അള്ളാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഒളുവെടുക്കുവാനുള്ള ചൂടുവെള്ളവുമായി ആ ചെറുപ്പക്കാരൻ നബിതങ്ങളുടെ മുമ്പിലേക്ക് ചോദിക്കുന്നതിന് മുമ്പേ വെള്ളവുമായി കടന്നു വന്നു. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചോദിച്ചു, നീ ഉറങ്ങിയില്ലേ? നബിതങ്ങൾക്ക് വെള്ളവും ഒരുക്കിക്കൊണ്ട് ആ ചെറുപ്പക്കാരൻ ഉറക്കമൊഴിഞ്ഞുകൊണ്ട് അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എപ്പോഴാണ് ഉറക്കത്തിൽ നിന്ന് എഴുന്നേക്കുന്നതും കാത്തുകൊണ്ട് നബിതങ്ങളെ കാത്തു നിൽക്കുന്ന ചെറുപ്പക്കാരൻ, ആ ചെറുപ്പക്കാരന്റെ സ്നേഹം കണ്ടപ്പോൾ നബിതങ്ങൾക്ക് വല്ലാത്ത ഒരു സന്തോഷം. അവിടെ നിന്ന് ചിന്തിച്ചു, പടച്ചവനെ, ഈ ചെറുപ്പക്കാരൻ എന്നോട് എന്തൊരു സ്നേഹമാ അല്ലാഹ്. ഒരു രാത്രി മുഴുവനും എനിക്ക് വേണ്ടി ഉറക്കവുമൊഴിച്ച് കാത്തുനിന്ന ഈ ചെറുപ്പക്കാരന് എന്താണ് പടച്ചവനെ ഞാൻ ഇതിന് പകരം കൊടുക്കുക? അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ റബീഅത്ത് ഇബ്നു കഅബുൽ അസ്ലമി എന്ന് പറയുന്ന ആ ചെറുപ്പക്കാരനോട് ചോദിച്ചു, റബീയ, അതാണല്ലോ സ്നേഹം കൂടുമ്പോ, വല്ലാതെ സ്നേഹം കൂടുമ്പോ ചില മക്കളോട് വാപ്പമാർക്ക് സ്നേഹം കൂടും, ചില കൂട്ടുകാരോട് അല്ലെങ്കിൽ ചില ആൾക്കാരോട് സ്നേഹം കൂടുമ്പോ അങ്ങനെ ചില കാര്യങ്ങൾ ചെയ്യാറുണ്ട്. അള്ളാഹുവിന്റെ പ്രവാചകന് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പാതിരാത്രി തനിക്ക് വെള്ളവും തനിക്ക് ചൂടുവെള്ളവും തയ്യാറാക്കി കാത്തിരുന്ന റബീഅത്ത് ഇബ്നു കഅബുൽ അസ്ലമി റളിയല്ലാഹു തആല അൻഹു ആ ചെറുപ്പക്കാരനോട് നബി തങ്ങൾ ചോദിക്കുന്നു, റബീയ, എന്തു വേണം റബീയ നിനക്ക്? എന്തു വേണം റബീയ നിനക്ക്? എന്തു വേണമെങ്കിലും നീ ചോദിച്ചോ, എന്തു ചോദിച്ചാലും ഇന്ന് ഞാൻ നിനക്ക് തരാ റബീയ. അള്ളാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ റബീഅത്ത് ഇബ്നു കഅബുൽ അസ്ലമി എന്ന് പറയുന്ന യുവത്വത്തിന്റെ നടുവിലൂടെ നടന്നു പോകുന്ന ചെറുപ്പക്കാരനോട് ചോദിക്കുന്നത് നബിതങ്ങളാണ്. ഈ പ്രപഞ്ചം മുഴുവനും സൃഷ്ടിക്കാൻ കാരണക്കാരനായ ആ മുത്തി നബിയാണ് ചോദിക്കുന്നത്, റബീയ, എന്തു വേണം മോനെ? എന്തു വേണമെങ്കിലും നീ ചോദിക്ക്, എന്തു ചോദിച്ചാലും നിനക്ക് തരാമെന്ന് നബിതങ്ങൾ അവിടെന്ന് പറയുമ്പോ ആ പാവപ്പെട്ടവനായ ചെറുപ്പക്കാരൻ ചോദിച്ചതെന്താ? പടച്ചവനെ, ഒരു ദിവസത്തിൽ ഒരു നേരം പോലും വയറ് നിറച്ചു ഭക്ഷണം കഴിക്കാനില്ലാത്ത ആ പാവപ്പെട്ട ചെറുപ്പക്കാരൻ, ഒരു വസ്ത്രം പോലും ധരിക്കാനില്ലാത്ത ചെറുപ്പക്കാരൻ അള്ളാഹുവിന്റെ പ്രവാചകന് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ചോദിച്ചതെന്തെന്നറിയുമോ? അസ്അലുക മുറാഫതക ഫിൽ ജന്ന
വല്ലാത്ത ഒരു ചോദ്യമാണ്. അല്ലാഹുവിന്റെ റസൂലല്ലേ ചോദിക്കുന്നത്. എന്തു ചോദിച്ചാലും നബി തങ്ങൾ തരാമെന്ന് പറഞ്ഞിരിക്കുകയാണല്ലോ. അതുകൊണ്ട് പടച്ചവനെ, ഇതിനെക്കാളും നല്ല ഒരവസരം ഇനി ജീവിതത്തിൽ കിട്ടാനില്ല. ആ റബിയ എന്ന് പറയുന്ന ചെറുപ്പക്കാരന് അല്ലാഹുവിന്റെ റസൂലിനോട് ചോദിച്ചതെന്തെന്നറിയുമോ? യാ റസൂലല്ലാഹ്, അസ്അലുക മുറാഫതക ഫിൽ ജന്ന, തരണേ എന്നല്ല പറയുന്നത്. അല്ലാഹുവിന്റെ റസൂലിനോട് ചോദിക്കുന്നത് സമ്പത്തല്ല, അധികാരമല്ല, കഴിക്കാൻ ഭക്ഷണമല്ല, സുന്ദരികളായ പെണ്ണുങ്ങളെയല്ല, കേറിക്കിടക്കാൻ ഒരു വീടല്ല. റബിയ എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ നബി തങ്ങളോട് ചോദിക്കുകയാണ്, നബിയേ, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ പ്രവാചകരെ, നാളെ സ്വർഗത്തിൽ എനിക്ക് അങ്ങയുടെ കൂടെ നടക്കണം നബിയേ. എനിക്ക് സ്വർഗത്തിലും അങ്ങയുടെ കൂടെ നടക്കണം. ഇതുപോലെ അങ്ങയുടെ കൂടെ എനിക്ക് സ്വർഗത്തിൽ നടക്കണം നബിയേ. അല്ലാഹുവിന്റെ പ്രവാചകനോട് ചോദിക്കുന്നു, എനിക്ക് സ്വർഗം വേണം നബിയേ. സ്വർഗം കിട്ടിയാ മാത്രം പോരാ, അങ്ങയുടെ സഹവാസം എനിക്ക് വേണം നബിയേ. അല്ലാഹുവിന്റെ പ്രവാചകനെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ിക്കാതെയുള്ള ഒരു ചോദ്യം കേട്ടപ്പോ അല്ലാഹുവിന്റെ റസൂൽ ചോദിക്കുന്നു, റബിയ ഔ ഗൈറദാലിക, വേറെ എന്തെങ്കിലും വേണമെങ്കിൽ ചോദിക്ക്. സ്വർഗ്ഗത്തിൽ ഇരിക്കുന്നതിൽ ചില ആൾക്കാർ നാളെ മുത്തുനബിയുടെ സ്വർഗ്ഗത്തിലെ കൂട്ടുകാരാ. അല്ലാഹുവിന്റെ പ്രവാചകനെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വർഗ്ഗത്തിലേക്ക് കൊണ്ടുപോകുന്ന ചില കൂട്ടുകാരി സദസ്യരിപ്പുണ്ട്. പെങ്ങളെ, പോകണ്ടേ മോളെ? എവിടെയാ പോകേണ്ടത്? ഈ ലോകം തന്നെ പടയ്ക്കാൻ കാരണക്കാരനായ അഷ്റഫുൽ ഖൽഖ് നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കൂട്ടുകാരനായി നബി തങ്ങളുടെ കൂടെ നാളെ പടച്ച റബ്ബിന്റെ സ്വർഗ്ഗത്തിലേക്ക് കടന്നു പോകണ്ടേ ചെറുപ്പക്കാരാ? ഒന്ന് ചിന്തിക്കണ മോനെ, ഒന്നാഗ്രഹിക്കണ ചെറുപ്പക്കാരാ. അല്ലാഹുവിന്റെ സ്വർഗ്ഗത്തിൽ മുത്തുനബിയുടെ കൂടെ നടക്കുന്ന ആ മനോഹരമായ രംഗം നിന്റെ മനസ്സിലേക്കൊന്ന് കടന്നു വരട്ടെ. പാലിരുവികളും തേനിരുവികളും ഒടുകുന്ന പടച്ച റബ്ബിന്റെ സ്വർഗ്ഗത്തെ കുറിച്ച് പഠിക്കണേ. ലഹും ജന്നാതുൻ തജ്രീ മിൻ തഹ്തിഹൽ അൻഹാർ. പാലിരുവികളും തേനിരുവികളും ഒഴുകുന്ന പടച്ച റബ്ബിന്റെ സ്വർഗ്ഗമുണ്ടല്ലോ, എല്ലാവർക്കും 33 വയസ്സാണ്. ആണിനും പെണ്ണിനും 33 വയസ്സാണ്. അവിടെ പ്രായമുള്ളവരില്ല, കുട്ടികളില്ല, വിവാഹം കഴിക്കാത്തവരില്ല. പടച്ചവനെ, എല്ലാവർക്കും 33 വയസ്സാണ്. അവിടെ കറുത്തവരില്ല, ഗ്ലാമർ കൂടിയവരില്ല, ഇറനിളമുള്ളവരില്ല. എല്ലാവർക്കും ഒരേ ഒരു സൗന്ദര്യമാണ്. ആരുടെ സൗന്ദര്യമെന്നറിയുമോ? അല്ലാഹുവേ, ഖദാ പടച്ചവനെ, സുലൈഖയുടെ കൊട്ടാരത്തിലൂടെ യൂസുഫ് എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ, അതാ സുലൈഖയുടെ കൊട്ടാരത്തിലൂടെ യൂസുഫ് എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ നടന്നു പോയപ്പോ ആ യൂസുഫ് എന്ന് പറയുന്ന ചെറുപ്പക്കാരന്റെ ഗ്ലാമർ കണ്ടിട്ട് കയ്യിലിരുന്ന കത്തി കൊണ്ട് അറിയാതെ കൈവിരൽ പോലും മുറിച്ചു കളഞ്ഞു എന്ന് ചരിത്രം പഠിപ്പിക്കുന്ന ആ യൂസുഫ് നബി അലൈഹിസ്സലാമിന്റെ സൗന്ദര്യമാണ് സ്വർഗവാസികൾക്ക് മുഴുവനും. പടച്ചവനെ, കഷ്ടപ്പാടില്ല, ജോലിയില്ല, പടച്ചവനെ പ്രയാസമില്ല, നിസ്കരിക്കണ്ട, നോമ്പ് പിടിക്കണ്ട, ഖുർആൻ ഓതണ്ട, സദക്ക കൊടുക്കണ്ട, വഅദ് പറയണ്ട, എന്തു വേണമെങ്കിലും ചെയ്യാ മക്കള്. എന്തിനാണത് ചെയ്തതെന്ന് ചോദിക്കാൻ, ഓടോ എന്തിനാണ് നീ അത് ചെയ്തതെന്ന് ചോദിക്കാൻ ഒരാൾ പോലുമില്ലാത്ത സ്ഥലം. പടച്ചവനെ, കഷ്ടപ്പാടില്ല പെങ്ങള്, അവിടെ അടുക്കളയിൽ ജോലി ചെയ്യണ്ട, ഭർത്താവിന് ഭക്ഷണം വെച്ചു കൊടുക്കണ്ട, മക്കളുടെ വസ്ത്രം കഴുകണ്ട, വീടും പരിസരവും വൃത്തിയാക്കണ്ട. അതിനുവേണ്ടി പടച്ചവനെ അല്ലാഹുവേ, സ്വർഗത്തിലെ സേവകന്മാര് അതാ ഖിദ്മത്ത് ചെയ്യാൻ അല്ലാഹു അവിടെ തോഴിമാരെ നിനക്ക് വേണ്ടി ഒരുക്കി വച്ചിരിക്കുകയാ. അതിലുണ്ട് മുന്തിരി തോട്ടവും റുമ്മാനും, രസമുള്ളതാ കദളിപ്പഴം തിന്നാനും, താരാട്ടു പാടാൻ തോഴിമാർ പലരുണ്ട്, കൈമുട്ടുവാൻ ചില ദാസിമാർ വരമുണ്ട്, മണിയില്ല
ഇല്ല റബ്ബേ വാങ്ങുവാനാ വീട്, കൊതിയുണ്ട് വല്ലാതെപ്പോഴും അതിനോട്, അതിലേക്കു നീയൊരു പാസുതാ മന്നാനേ, അതു നിന്റെ പക്കൽ മാത്രമാഹന്നാനേ. അല്ലാഹുവിന്റെ അനുഗ്രഹങ്ങൾ കൊണ്ട് നിറച്ച സ്വർഗമുണ്ടല്ലോ പെങ്ങള്, ആ സ്വർഗത്തിൽ അല്ലാഹുവിന്റെ പ്രവാചകന്റെ അയൽവാസിയായി ആ നബിതങ്ങളുടെ സഹവാസം കിട്ടുന്ന ഒരടിമയാകാൻ നിനക്ക് ആഗ്രഹമുണ്ടോ? ഏ വാപ്പാ, കഷ്ടപ്പാടില്ല, ഏതെങ്കിലും ഒരു ഭക്ഷണം കഴിക്കണമെന്ന് നിനക്ക് ആഗ്രഹമുണ്ടായാ കണ്ണിന്റെ മുമ്പിലേക്ക് ഭക്ഷണം കിടന്നു വരികയാണ്, നേരം വെളുത്താൽ എഴുന്നേറ്റ് ജോലിക്ക് പോകണ്ട, കിളയ്ക്കേണ്ട, പൂട്ടേണ്ട, വെയിൽ കൊള്ളേണ്ട, അവിടെ കഷ്ടപ്പാടില്ല, ദുരിതമില്ല, രോഗമില്ല, പ്രയാസമില്ല. പടച്ചവനെ, അള്ളാന്റെ സ്വർഗം അത്രയും അനുഗ്രഹങ്ങൾ കൊണ്ട് നിറച്ചതാണ്. ആ സ്വർഗത്തിൽ ഒന്നിനും അതിരുകളില്ല. പടച്ചവനെ, കാലാകാലം ആ സ്വർഗത്തിന്റെ അവകാശിയായി നമുക്കവിടെ കഴിയാ. അല്ലാഹുവേ, അതിനുള്ള ഭാഗ്യമ തരണേ അല്ലാ. അതുകൊണ്ട് മുത്തി നബിയോട് ചോദിക്കുന്നു, നബിയേ, അസ്അലുക മുറാഫതക ഫിൽ ജന്ന, എനിക്ക് സ്വർഗം വേണം നബിയേ. അള്ളാന്റെ റസൂല് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് പാതിരാത്രി റബീഅത്ത് ഇബ്നു കഅബുൽ അസ്ലമി എന്ന് പറയുന്ന ചെറുപ്പക്കാരന് നബി തങ്ങളോടുള്ള വല്ലാത്ത സ്നേഹം കണ്ടപ്പോ ചോദിച്ചു, മോനെ നിനക്ക് എന്താ വേണ്ടേ? എന്ത് ചോദിച്ചാലും ഞാൻ തരാൻ. ചോദിച്ചോ. അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്തും തരാമെന്ന് പറഞ്ഞപ്പോ ആ ചെറുപ്പക്കാരൻ ഒറ്റ ചോദ്യം, നബിയെ എനിക്ക് സ്വർഗം വേണമെന്നല്ല പറഞ്ഞേ, സ്വർഗത്തിൽ എനിക്ക് അങ്ങയുടെ സഹവാസം വേണം. അള്ളാഹു നമുക്ക് ഭാഗ്യം തരുമാറാകട്ടെ. അള്ളാഹു നമുക്കും ഭാഗ്യം തരുമാറാകട്ടെ. നബിതങ്ങളോടൊപ്പം നാളെ സ്വർഗത്തിൽ നടക്കാൻ ഒരു അവസരമാ ചോദിച്ചേ. നബിതങ്ങൾ തന്നെ ചോദിച്ചു, മോനെ വേറെ എന്തെങ്കിലും വേണോ നിനക്ക്? വല്ല പണവോ വല്ല വീടോ വല്ല എന്തെങ്കിലും നിനക്ക് വേറെ എന്തെങ്കിലും ഒന്നും വേണ്ട നബിയെ, എനിക്ക് സ്വർഗം മതി. നബിതങ്ങൾ പറഞ്ഞു, ഞാൻ നിനക്ക് തരാം. അള്ളാഹു നമുക്ക് നൽകുമാറാകട്ടെ. അള്ളാഹു നമുക്ക് നൽകുമാറാകട്ടെ. അപ്പം നബിതങ്ങൾ നാളെ സ്വർഗത്തിൽ കൊണ്ടുപോകുന്ന ചില VVIPകൾ ഇവിടെ ഇരിപ്പുണ്ട്. ചില VVIPകൾ, എല്ലാവരും ഒന്നും പോകാൻ പറ്റൂല. നബിതങ്ങൾ സ്വർഗത്തിൽ കൊണ്ടുപോകുന്ന ചില VVIPകൾ ഈ സദസ്സിൽ ഇരിക്കുന്നുണ്ട്. അള്ളാഹു ആ കൂട്ടത്തിൽ നമ്മളെ പെടുത്തുമാറാകട്ടെ. അള്ളാഹു ആ കൂട്ടത്തിൽ നമ്മളെ പെടുത്തുമാറാകട്ടെ. അള്ളാഹു മരിക്കുന്ന സമയം സ്വർഗം കണ്ട് മരിക്കുന്ന ഭാഗ്യവന്മാരിൽ നീ ഞങ്ങളെ പെടുത്തണേ അള്ളാഹ്. അള്ളാഹു നമ്മളെ പെടുത്തുമാറാകട്ടെ. അപ്പം നബിതങ്ങളുടെ സ്വർഗത്തിലെ കൂട്ടുകാരാരാ? ഇൻഷാ അള്ളാഹ് 9:30 10:30 11 ഇൻഷാ അള്ളാഹ്. അതിനിടയിൽ ഒരുപാട് പരിപാടികളുണ്ട്. വയലു പറയണം, പിരിവുണ്ടില്ലേ? 2-3 ദിവസം വയലുണ്ടായിരുന്നില്ലേ? അപ്പം മാഷാ അല്ലാഹ്, പിരിവിൻ്റെ കാര്യം പറയുമ്പോൾ തന്നെ എല്ലാവരും ഓടൂപ്പാ. അപ്പം തന്നെ മാഷാ അല്ലാഹ്. സ്വർണ്ണമൊക്കെ കൊണ്ടുവന്നിട്ടില്ലേ? എനിക്ക് ഒരുപാട് നേരം നിൽക്കാൻ കഴിയില്ല. അപ്പം നിങ്ങളുള്ളത് ഊരി തന്നെ എനിക്ക് അത്ര എളുപ്പമാണല്ലോ. മാഷാ അല്ലാഹ്. ഊരി പോകാതെ നോക്കിയിട്ടോ അല്ല, 1 ലക്ഷം രൂപ കഴിഞ്ഞു സ്വർണത്തിന്. അള്ളാഹു നമുക്കൊക്കെ സ്വർഗത്തിൻ്റെ അവകാശികളെ അള്ളാഹു നമ്മളെ പെടുത്തുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹോദരിമാരെ, ആരാണ് നാളെ സ്വർഗത്തിലെ നബിതങ്ങളുടെ കൂട്ടുകാർ? ആ നിൽക്കണ ചങ്ങായിമാരൊന്നും ഇരിക്കണില്ലപ്പാ. ബക്കറ്റ് എടുക്കാൻ സമയമായ മോനെ, കുറച്ച് കഴിയട്ടെ. എന്നാൽ ഇപ്പം ആദ്യം അങ്ങ് എടുത്തേക്കല്ലേ. ഇടയിൽ ഇനിയിപ്പോൾ അതിൻ്റെ വേണ്ടി ഒരു സമയം കളയണ്ടല്ലോ. കുഴപ്പമില്ല ഇൻഷാ അല്ലാഹ്. എല്ലാവരും ഒന്ന് പോക്കറ്റ് കൈവച്ചോ. പോക്കറ്റ് കൈവച്ചേ, ചുമ്മാ വെക്കും മനുഷ്യ, പൈസ എടുക്കാൻ ഞാൻ പറഞ്ഞില്ലല്ലോ. എല്ലാവരും ഒന്ന് പോക്കറ്റ് കൈവച്ചോ. വെച്ചതുണ്ടോ നോക്കടോ. ഉണ്ടോ? അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, അസ്സദഖത്തു റദ്ദുൽ ബലാ, സദഖ വിപത്തുകളെ തട്ടിമാറ്റുമെന്ന് മഹാനായി നബി മുഹമ്മദ് മുസ്തഫ. സദഖ വിപത്തുകളെ തട്ടിമാറ്റും. അറിയാത്ത ആരുമില്ല. അതിന് വയലൊന്നും പഠിക്കണ്ട, അറബിയൊന്നും പഠിക്കണ്ട. എല്ലാവർക്കും അറിയുന്ന ഒരു ഹദീസാണ് സദഖ വിപത്തുകളെ തട്ടിമാറ്റുമെന്ന്. അറിയാത്ത ആരെങ്കിലും ഉണ്ടോ? ഉദാഹരണം ഞാൻ ചോദിക്കട്ടെ. ഇന്ന് രാത്രി വീട്ടിൽ പോയി ബാത്റൂമിനകത്ത് കയറിയപ്പോൾ തെറ്റിയടിച്ച് താഴെ വീണു. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. ആർക്ക് വേണമെങ്കിലും സംഭവിക്കാം. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. ഒന്ന് താഴെ വീണു, തലയൊന്ന് ചെറുതായിട്ട് പോയി ഒന്ന് അടിച്ചു.
പൊക്കിയെടുത്തുകൊണ്ട് കോഴിക്കോടോ അല്ലെങ്കിൽ വടകരയോ ഏതെങ്കിലും നല്ല ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുചെന്നപ്പോൾ ഡോക്ടർ നല്ല മനുഷ്യനെ ഐസ് തുറന്നിട്ട് പറഞ്ഞു നേരെ ഇതിനകത്തോട്ട് കയറ്റി കിടത്തിക്കൊള്ളേ. അങ്ങനെ ഐസിയുവിനകത്ത് കയറ്റി കിടത്തി. കുറച്ച് കഴിഞ്ഞ് ഡോക്ടർ വന്ന് പറയുന്നു, ചിലപ്പോൾ ഒത്തിരി പ്രശ്നമാണ്, ബ്ലഡ് ക്ലോട്ട് ആയിട്ടുണ്ടെന്ന് തോന്നുന്നു, അതുകൊണ്ട് ചിലപ്പോൾ ഒരു സർജറി വേണ്ടി വരും, 24 മണിക്കൂർ കഴിയുമ്പോൾ പറയാം. 24 മണിക്കൂർ കഴിയുമ്പോൾ പറയാം. എൻ്റെ പ്രിയപ്പെട്ടവരെ, നാളെ രാവിലെ മോൻ ഇവിടുത്തെ സ്ഥാപനത്തിലെ ഉസ്താദന്മാരുടെ റൂമിൻ്റെ മുമ്പിൽ നിൽക്കുന്നുണ്ട്. ഉസ്താദ് ചോദിച്ചു, എന്തേ മോനെ, എന്താണ് ഇവിടെ വന്ന് നിൽക്കണേ? ഉസ്താദെ, ഉമ്മച്ചി പറഞ്ഞു വിട്ടതാ, ഇന്നലെ രാത്രി വാപ്പ ബാത്റൂമിൻ്റെ അകത്ത് വീണിട്ട് ഇപ്പം ഐസിയുവിനകത്ത് കിടക്കുകയാ. ഡോക്ടർ സർജറിയാണ് പറയുന്നത്. ഉസ്താദെ 500 രൂപ ഉമ്മ തന്നു വിട്ടതാ, ഉസ്താദ് ഒന്ന് മുത്തല്ലിങ്ങളൊക്കെ ഒന്ന് വിളിച്ചിരുത്തിയിട്ടൊന്ന് ദുആ ചെയ്യണം. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അപ്പൊ എല്ലാവർക്കും അറിയാം സദക്ക കൊടുത്തിട്ടാ ദുആ ചെയ്യാൻ പറയുന്നേ. ഇതാ നബി തങ്ങൾ പറഞ്ഞത്, സദക്ക വിപത്തുകളെ തട്ടിമാറ്റും. പെങ്ങൾ പറയുന്നു, ഉസ്താദെ എൻ്റെ രോഗം മാറുന്നില്ല, ഏതും മരുന്ന് കഴിച്ചിട്ടും എൻ്റെ പ്രയാസം മാറുന്നില്ല. പെങ്ങളെ, അള്ള പറഞ്ഞ മറുപടി എന്തെന്നറിയോ? നബിതങ്ങൾ പഠിപ്പിക്കുന്നു, നിന്റെ രോഗം മാറാനുള്ള വഴി എന്താ? അള്ളാഹുവിന് ചില അടിമകളുണ്ട്. അള്ളാഹുവിന് ചില അടിമകളുണ്ട്. ആ അടിമകൾക്ക് രോഗം വന്നാൽ അവര് സദക്ക കൊടുത്ത് ചികിത്സിക്കുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. നബിതങ്ങൾ പറയുന്ന, അള്ളാഹിന് ചില അടിമകളുണ്ട്. ആ അടിമകൾക്ക് രോഗം വന്ന് അവരെന്ത് ചെയ്യും? അവര് സദക്ക കൊടുത്ത് ചികിത്സിക്കും. ക്യാൻസർ പനി പടരുന്നത് പോലെ പടരുന്ന കാലമാ ക്യാൻസർ. ഇന്ന് എല്ലാ കുടുംബത്തിലും ഒരു കുടുംബത്തിൽ ഒരാൾക്കെങ്കിലും ക്യാൻസർ ഉണ്ടെന്ന് സഹോദര. കിഡ്നി രോഗികൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. ലിവർ മാറ്റിവെക്കേണ്ടവരുടെ അവസ്ഥ വല്ലാതെ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. എൻ്റെ പ്രിയപ്പെട്ടവരെ, സ്ട്രോക്ക് വന്ന് തളർന്നു കിടക്കുന്നവർ, എത്രയോ പ്രയാസം അനുഭവിക്കുന്നവർ, എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വിപത്തുകള് ദുരന്തങ്ങളും ആ സാമ്പത്തികമായി തകർന്നു പോകുന്നു. ഇപ്പൊ എൻ്റെ കൂടെ വന്ന ഫവാസ് എന്ന ചെറുപ്പക്കാരൻ്റെ അവന്റെ നാട്ടിലാണ് എൻ്റെ പ്രിയപ്പെട്ടവരെ 4 പേരെങ്ങാണ്ട് ആത്മഹത്യ ചെയ്ത് 2 കുഞ്ഞുങ്ങളെയും കൊന്നിട്ട്. എൻ്റെ പ്രിയപ്പെട്ടവരെ, സാമ്പത്തികമായി തകർന്നു പോകുന്നു. അള്ളാഹു നമ്മളെയൊക്കെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. അതുകൊണ്ട് അൽഹംദുലില്ലാഹ്, അള്ളാഹുവിന്റെ പരിശുദ്ധമായ ദീൻ പഠിക്കുന്ന യതീമീങ്ങളായ മക്കളുള്ള ഒരുപാട് മക്കൾ പഠിക്കുന്ന സ്ഥാപനത്തിന് വേണ്ടിയാണ് ഈ ബക്കറ്റുമായി മുത്തഅല്ലിമീങ്ങൾ നിങ്ങളുടെ മുമ്പിലേക്ക് കടന്നു വരുന്നത്. സഹോദര, അള്ളാഹു തന്ന സമ്പത്തിൽ നിന്നൊരൽപ്പം നിനക്ക് എടുക്കാൻ കഴിഞ്ഞാൽ എല്ലാവർക്കും അത് കൊടുക്കാൻ കഴിയില്ല. നബി തങ്ങൾ പറയുന്നു, ഒരാൾ 1 രൂപ സദക്ക കൊടുക്കണമെങ്കിൽ 70 ഇബ്ലീസുകൾ 70 ശൈത്താന്മാർ അവരുടെ കയ്യിൽ പിടിക്കുമെന്നാണ്. ആ 70 പേരെ പരാജയപ്പെടുത്തിയാലേ 1 രൂപ സദക്ക കൊടുക്കാൻ കഴിയൂ. അതുകൊണ്ട് വല്ലാത്ത ഒരു മത്സരം നടക്കാൻ പോവുകയാണ്. റജബ് മാസമാണ്, യതീമായ മക്കൾക്ക് വേണ്ടിയാണ്, അല്ലാഹുവിന്റെ ദീൻ പഠിക്കുന്ന മുതഅല്ലിമീങ്ങൾക്ക് വേണ്ടിയാ. അതാ അവര് നിങ്ങളുടെ മുമ്പിലേക്ക് കടന്നു വരുന്നു. മനസ്സറിഞ്ഞുകൊണ്ട് നിയ്യത്ത് ചെയ്യണം, എന്റെ ശരീരത്തിൽ ക്യാൻസറോ ട്യൂമറോ ഏതെങ്കിലും മാരകമായ രോഗത്തിന്റെ അണുക്കൾ എന്റെ ശരീരത്തിലുണ്ടെങ്കിൽ ഈ കൊടുക്കുന്ന സദക്കയുടെ ബറക്കത്ത് കൊണ്ട് കരിച്ചു കളയണേ അല്ലാ. അറുത്തു മുറിക്കല്ലേ അല്ലാ, അറുത്തു മുറിക്കല്ലേ അല്ലാ. കൈകാലുകൾ മുറിച്ചു മാറ്റുന്ന രോഗങ്ങൾ വരുത്തല്ലേ അല്ലാ. നല്ല ഒരു നിയ്യത്തോടെ ഒരു സദക്ക എടുക്ക് റബ്ബേ, മനസ്സു നൽകണേ അല്ലാ. ബക്കറ്റ് എന്തേ മോനെ, ബക്കറ്റ് കൊണ്ടുപോടാ പെട്ടെന്ന്. അൽഹംദുലില്ലാഹ്, എല്ലാവരും അവരവരുടെ പടച്ചവനോട് പറ. ഡോക്ടറെ കാണണമെങ്കിൽ ഇപ്പൊ 500 രൂപയൊക്കെ ഡോക്ടർ ഫീസ്. മക്കളെ, ഇതൊന്നുമില്ല. അള്ളാഹുവേ, എൻ്റെ ശരീരത്തിൽ ഏതെങ്കിലും മാരകമായ രോഗത്തിൻ്റെ അണുക്കൾ ഉണ്ടെങ്കിൽ ഞാൻ കൊടുക്കുന്ന ഈ സദക്കയുടെ ബറക്കത്ത് കൊണ്ട് നീ കരിച്ചു കളയണം, എൻ്റെ രോഗം മാറ്റിത്തരണം. നല്ല നിയ്യത്തോടെ ബിസ്മില്ലാഹ് ഇൻഷാ അല്ലാഹ് എല്ലാവരും ഒരു സദക്ക. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലം. ആരെല്ലാം മനസ്സറിഞ്ഞുകൊണ്ടൊരു സദക്ക കൊടുക്കുന്നുണ്ടോ, ഈ പറഞ്ഞ സ്വലാത്തിന്റെ ബറക്കത്ത് കൊണ്ട് എന്ത് രോഗമുണ്ടെങ്കിലും നീ ശിഫയാക്കണേ അല്ലാ. സമാധാനം കൊടുക്കണേ അല്ലാ. അറുത്തു മുറിക്കുന്ന രോഗങ്ങളെ തൊട്ട് കാക്കണേ അല്ലാ.
ഈമാനുള്ള മരണം കൊടുക്കണേ പടച്ചവന്. ആ പാപങ്ങളെ നീ കൈവിടല്ലേ റഹ്മാന്. മരിക്കുന്ന കാലം വരെ ഒരാളുടെ മുമ്പിലും കൈനീട്ടി യാചിക്കേണ്ട അവസ്ഥ വരുത്തല്ലേ അല്ലാ. എല്ലാരും മനസ്സറിഞ്ഞുകൊണ്ട് സമാധാനത്തിൽ പോയാൽ മതി കേട്ടോ. മുത്തല്ലിങ്ങൾ രണ്ടുപേരും മോനെ പതുക്കെ പോയാൽ മതി കേട്ടോ. നിനക്ക് വീട് വെക്കാനൊന്നുമല്ല, അതുകൊണ്ട് സ്വന്തം പിരിക്കാനെ നാണക്കേട്, മറ്റുള്ളവർക്ക് വേണ്ടി പിരിക്കുക. അതുകൊണ്ട് സമാധാനത്തിൽ എല്ലാവരുടെ മുമ്പിൽ പോയി വാങ്ങിക്കുക. അള്ളാഹു ആ ഈ പിരിവിന് പോകുന്ന മക്കൾക്ക് അള്ളാഹു സ്വർഗം കൊടുക്കുമാറാകട്ടെ. ആമീൻ പറയടോ. കാരണം ഈ പണി എല്ലാവർക്കും പറ്റില്ല. ഈ പണിക്ക് പോകാൻ പലർക്കും നാണക്കേടാ. നമുക്കാണെങ്കിൽ പിന്നെ ഇത് സ്ഥിരം പണി, അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. അള്ളാഹു രക്ഷപ്പെടുത്തുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അള്ളാഹുവിന്റെ പ്രവാചകന് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് റബിയ എന്ന് പറയുന്ന ചെറുപ്പക്കാരനോട് പറഞ്ഞു കൊടുത്തു, മോനെ സ്വർഗം വേണോ? നാളെ അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾ കൊണ്ട് നിറച്ച സ്വർഗത്തിൽ എന്റെ കൂടെ നിനക്ക് നടക്കണോ? അതിന് മുത്തുനബി പറഞ്ഞു കൊടുത്ത ഒന്നാമത്തെ അമലെന്തെന്നറിയോ? നബി തങ്ങൾ പറഞ്ഞു, റബിയ എന്നെ നീ ഒന്ന് സഹായിക്കണേ റബിയ, എന്നെ നീ ഒന്ന് സഹായിക്കണേ റബിയ. നീ കൂടെ വിചാരിച്ചാലല്ലേ എനിക്കത് വാങ്ങിത്തരാൻ കഴിയൂ. അതുകൊണ്ട് വഴുത് കേൾക്കാമെന്ന പ്രിയപ്പെട്ട സഹോദരങ്ങളോട്, ഉപ്പമാരോട്, ഉമ്മമാരോട് ഈ പറയുന്ന സ്വഭാവം ഒന്ന് ഉണ്ടാക്കിയെടുക്കാൻ കഴിഞ്ഞാൽ പടച്ചവനെ നമ്മളെ രക്ഷപ്പെടുമടോ. നമ്മൾ സ്വർഗത്തിന്റെ അവകാശികളാണ്. അതുകൊണ്ട് നിബിധങ്ങൾ ഒന്നാമതായി പറഞ്ഞു കൊടുക്കുന്നു, റബിയ നാളെ സ്വർഗത്തിൽ എന്റെ കൂടെ നിനക്ക് നടക്കണോ റബിയ? മുത്തുനബി പറഞ്ഞു കൊടുത്ത ഒന്നാമത്തെ കാര്യമെന്താ? നബി തങ്ങളുടെ സ്വർഗത്തിലെ കൂട്ടുകാരനാകണോ? അതിനുള്ള ഒന്നാമത്തെ വഴി റബിയ സുജൂദുകൾ അധികരിപ്പിക്കണേ എന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ ഒന്നാമത്തെ കാര്യം എന്തെന്നറിയുമോ? നീ സുജൂദുകൾ അധികമായിട്ട് ചെയ്യണേ, നീ സുജൂദുകൾ അധികരിപ്പിക്കണേ, സുജൂദുകൾ അധികരിപ്പിക്കണേ. സുജൂദുകൾ അധികരിപ്പിച്ചാൽ നാളെ പടച്ച റബ്ബിന്റെ സ്വർഗത്തിൽ മുത്തുനബിയുടെ കൂടെ നടക്കാനുള്ള അവസരം കിട്ടുമെന്ന് ചരിത്രം പഠിപ്പിക്കുമ്പോ എന്റെ പ്രിയപ്പെട്ട സഹോദരാ, പെങ്ങളെ, നിസ്കാരം നമ്മൾ വല്ലാതെ നിസ്സാരമായി കാണുന്ന ഒരു സാഹചര്യത്തിലാണ് ഞാനും നിങ്ങളും ജീവിക്കുന്നത്. ഫർദ് നമസ്കാരമല്ല, കേവലം ഫർദ് നമസ്കാരങ്ങൾ മാത്രമല്ല, പടച്ചവനെ അതിന്റെ മുമ്പും ശേഷവുമുള്ള സുന്നത്ത് നമസ്കാരങ്ങളുണ്ടല്ലോ. പടച്ചവനെ രാത്രിയിലെ തഹജ്ജുദ് നിസ്കാരമുണ്ടല്ലോ. പടച്ചവനെ ഒരുപാട് സുജൂദുകൾ അധികരിപ്പിക്കാൻ വിധങ്ങൾ പറയുമ്പോ അല്ലാഹുവേ, 5 നേരം ഒരു മുസ്ലിമായ മനുഷ്യന് ബുദ്ധിയുള്ള പ്രായപൂർത്തിയായ ആണിനും പെണ്ണിനും 5 വഖത്ത് നിസ്കാരം നിർബന്ധമാണ്. ആ നിർബന്ധമായ നിസ്കാരത്തിൽ പോലും നമ്മൾ വല്ലാതെ അലസത കാണിക്കുന്നവരാ. അതുപോലും നമ്മൾ കൃത്യമായി നിസ്കരിക്കാൻ തയ്യാറാകുന്നില്ല. എന്റെ പ്രിയപ്പെട്ടവരെ, അല്ലാഹുവിന്റെ പള്ളിയുടെ വിരാരത്തിൽ നിന്ന് ഓരോ ദിവസം 5 നേരം വിളിക്കുന്നു, ഹയ്യ അല സ്വലാ, ഹയ്യ അലൽ ഫലാ. അല്ലാഹുവിന്റെ പള്ളിയുടെ മിനാരത്തിൽ നിന്ന് ഓരോ ദിവസം 5 നേരം വിളിക്കുകയാ. നബിതങ്ങൾ റബിയയോട് പറഞ്ഞു കൊടുത്ത, മോനെ റബിയ, നീ സുജൂദുകൾ നീ അധികരിപ്പിക്ക്, എങ്കിൽ നിനക്ക് ഞാൻ സ്വർഗം വാങ്ങിത്തരാം. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ ഫർള് പോലും നിസ്കരിക്കുന്നില്ല. ഇന്ന് 5 വഖത്ത് നിസ്കരിച്ച എത്ര പേരുണ്ട്? കൈപൊക്കാൻ പറഞ്ഞാൽ ഞാൻ നാണം കിടത്തേ ഉള്ളൂ, എല്ലാവരും പൊക്കൂലെന്ന് എനിക്കറിയാം. എടാ, നമ്മൾ ആ ഫർളായ നമസ്കാരത്തിന്റെ വിഷയം നിങ്ങൾ ചിന്തിക്ക്. ഇത് സാധാരണ ഒരു മാസമല്ലല്ലോ. റജബുൻ ഷഹറുല്ലാഹ്, ഇത് അള്ളാഹുവിന്റെ മാസമല്ലേ? ഇത് പടച്ച റബ്ബിന്റെ മാസം. ഇനിയുള്ള 3 മാസക്കാലം മത്സരത്തിന്റെ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പെല്ലാം കഴിഞ്ഞു. അത് തോറ്റു ജയിച്ചു, അതൊക്കെ പോകട്ടെ. അത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു വിഷയമല്ല. ഇനിയുള്ള 3 മാസം, റജബ്, ശഅബാൻ, റമദാൻ, ഇനി മത്സരത്തിന്റെ 3 മാസങ്ങളിലേക്ക് നമ്മൾ കടന്നു. റജബ് മാസത്തിന്റെ പ്രത്യേകത എനിക്ക് മുമ്പ് പ്രസംഗിച്ച ആക്കോട് ഉസ്താദാണെന്ന് തോന്നുന്നു, ഇവിടെ നിന്ന് അതിനെ കുറിച്ചൊക്കെ വിശദീകരിച്ചു തന്നു. എന്തേ നമുക്ക് മാറാൻ കഴിയാത്തത്? നിസ്കരിക്കാൻ പറയുമ്പോ എന്തോ ഒരു മടിയുടെ ചെറുപ്പക്കാരെ ബാങ്ക് വിളിക്കുന്നതാ. ഇന്ന് കുട്ടികൾ കോമഡി പറയാ, എടാ ബാങ്ക് വിളിക്കുന്നടാ,
കടത്തിണ്ടെങ്കിൽ ഇരിക്കുന്നവൻ, വെറുതെ മൊബൈലും കുത്തി ഇരിക്കുന്നവൻ, എടാ പള്ളി ബാങ്ക് വിളിക്കുന്നടാ, അവൻ പറയുന്ന മറുപടി എന്താ? മുഅദ്ദിന് ശമ്പളം കൊടുത്ത് നിർത്തിയിരിക്കുന്നത് ബാങ്ക് വിളിക്കാനാ. അയാളുടെ ജോലി ചെയ്യുന്നതിന് ഞാൻ എന്ത് ചെയ്യണം? എന്റെ പ്രിയപ്പെട്ടവരെ, അല്ലെങ്കിൽ ഇവിടെ പ്രായമുള്ളവർക്ക് മാത്രം പറഞ്ഞിട്ടുള്ളതാണ് നിസ്കാരം, നമുക്ക് വെള്ളിയാഴ്ച മാത്രം പോയാൽ മതി. ഈ ഒരു ചിന്ത ഇന്നത്തെ യുവതലമുറയ്ക്ക് വന്നിരിക്കും. നിസ്കരിക്കാൻ വല്ലാത്ത മടി, ആണാകട്ടെ പെണ്ണാകട്ടെ വല്ലാത്ത അലസത. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ നിസ്കരിച്ചാൽ അള്ളാഹു ഒരു മനുഷ്യന് കൊടുക്കുന്ന പ്രതിഫലം എന്താണെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ, പെങ്ങളെ നമ്മൾ ചിന്തിക്ക്, നിസ്കരിക്കുന്ന ഒരു മനുഷ്യൻ അള്ളാഹു കൊടുക്കുന്ന പ്രതിഫലം എന്താണെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ നീയൊക്കെ പള്ളിക്കകത്തിരുന്നേനെ. ഒരൊറ്റ ആണും ഇടം നിസ്കരിക്കുന്ന ഒരു മനുഷ്യന് അള്ളാഹു കൊടുക്കുന്ന പ്രതിഫലം എന്താണെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ഒരൊറ്റ വഖത്ത് പള്ളിയിൽ നമ്മൾ മുടക്കില്ലല്ലോ. മനസ്സിലാക്കാൻ നമ്മൾ തയ്യാറാകുന്നില്ല. എന്താ നിസ്കാരത്തിന്റെ പ്രതിഫലം? എന്താ? എന്തിനാ ഹദീസുകളൊക്കെ, ചരിത്രങ്ങൾ എന്തിനാ? ഖുർആനിലെ ഒരേ ഒരായത്ത് പോരെ. അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ നിസ്കരിക്കുന്നവൻ അള്ളാഹു കൊടുക്കുന്ന പ്രതിഫലം എന്താണെന്ന് ഖുർആൻ പഠിപ്പിക്കുന്നു. ഈ പ്രതിഫലം അറിഞ്ഞാൽ തന്നെ എന്റെ പൊന്നാര ചങ്ങാതിമാരെ, നമ്മൾ നിസ്കാരം കള്ളാക്കൂല. അള്ളാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. അള്ളാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. നമുക്ക് മടിയടോ നിസ്കരിക്കാൻ, പള്ളിയിൽ പോകാൻ മടി, അതൊന്നും നമുക്ക് പറഞ്ഞിട്ടുള്ളതല്ല. നമ്മൾ ആ ഒരു ചിന്ത നമുക്ക് മാറണം. അതിന്റെ വിഷയത്തിൽ നിസ്കരിക്കുന്നവർ പോലും കൃത്യനിഷ്ഠത കാണിക്കുന്നില്ല. അതാണ് വിഷമം. നിസ്കരിക്കുന്നവർ പോലും അതിന് കൃത്യനിഷ്ഠത കാണിക്കുന്നില്ല. എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, നിസ്കരിക്കുന്നവർക്ക് അള്ളാഹു തരുന്ന പ്രതിഫലം ഇന്നത്തെ യുവതലമുറ പഠിക്കണം. സാമ്പത്തികമായി തകർന്നിട്ട് പൈസയില്ലാതെ ആത്മഹത്യ ചെയ്യാൻ പോകുന്ന കാലഘട്ടത്തിൽ ജീവിക്കുന്ന ചെറുപ്പക്കാർ ആരോട് ചോദിച്ചാലും പ്രയാസം പറയുന്നു. ഉസ്താദ്, പ്രയാസം, ബുദ്ധിമുട്ട്, കച്ചവടമില്ല, പഴയതുപോലെ ഒന്നുമില്ല. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. ആരോട് ചോദിച്ചാലും ഇല്ലെന്നാ പറയാ. വലിയ പഴയതുപോലൊന്നും പറ്റണില്ല ഉസ്താദെ. എന്തേ സഹോദര അതിന്റെ കാരണം? എടോ, നമുക്ക് അള്ളാഹു, നമ്മൾ മനസ്സിലാക്കേണ്ടത്, ചെറുപ്പക്കാരൊക്കെ പഠിക്കേണ്ടത്, നിസ്കരിച്ചാൽ അള്ളാഹു തരുന്ന പ്രതിഫലം എന്താ? അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറയുന്നു, നിസ്കരിക്കുന്നവർക്ക് അള്ളാഹു 2 പ്രതിഫലം തരും. അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആൻ അള്ളാഹു പഠിക്കാനുള്ള ഭാഗ്യം തരുമാറാകട്ടെ. ഇരുന്നോട്ടേപ്പാ, ഒന്നാമത് എനിക്ക് സുഖമില്ലടോ, കൂടുതൽ നേരം നിൽക്കാൻ. ഇരുന്നോട്ടെ ഞാൻ. അള്ളാഹു നമുക്കൊക്കെ ആഫിയത്തും ദീർഘായുസ്സും നൽകുമാറാകട്ടെ. എല്ലാവരും സൂക്ഷിക്കണം. ഒരു മനുഷ്യന് എന്തെങ്കിലുമൊക്കെ പ്രയാസം വരുമ്പോഴേ എല്ലാവരും പഠിക്കത്തുള്ളൂ. കൂടുതൽ നിൽക്കുന്നത് നല്ലതല്ല, കൂടുതൽ ഇരിക്കുന്നത് നല്ലതല്ല. നമ്മൾ ഇരുന്നിപ്പോൾ വല്ലാത്ത അള്ളാഹു നിങ്ങളുടെയൊക്കെ ദുആ, ഒരുപാട് പേര് എനിക്ക് വേണ്ടി ആത്മാർത്ഥമായി ദുആ ചെയ്തു സുഖമില്ല എന്ന് കേട്ടപ്പോൾ അള്ളാഹു എല്ലാവർക്കും അർഹമായ പ്രതിഫലം നൽകുമാറാകട്ടെ. ചിലർ ക്യാൻസറാന്ന് വരെ എഴുതിയിട്ടവരുണ്ട്. അള്ളാഹു അവർക്കും ആഫിയത്തുള്ള ദീർഘായുസ്സ് കൊടുക്കുമാറാകട്ടെ. എല്ലാവരും രക്ഷപ്പെടട്ടെ, കുഴപ്പമൊന്നുമില്ല ഇൻഷാ അല്ലാഹ്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹോദരിമാരെ, നിസ്കരിക്കുന്ന മനുഷ്യൻ അള്ളാഹു തരുന്ന 2 പ്രതിഫലം പഠിച്ചാൽ മതി. നാളെ സുബഹി മുതൽ നിസ്കരിക്കാൻ തുടങ്ങും. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. 1, നിസ്കരിച്ചാൽ അള്ളാഹു തരുന്ന 2 പ്രതിഫലം. ഒന്നാമത്തെ പ്രതിഫലം എന്തെന്നറിയോ? എടാ, അള്ളാഹു പറയാ 2 പ്രതിഫലം ഞാൻ തരാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. وأمر أهلك بالصلاة واصطبر عليها لا نسألك رزقا نحن نرزقك والعاقبة للتقوى.
അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറയുന്ന നിസ്കരിക്കുന്നവന് അള്ളാഹു കൊടുക്കുന്നത് 2 പ്രതിഫലം. അള്ളാഹു നിസ്കരിക്കാൻ ഭാഗ്യം തരുമാറാകട്ടെ. അള്ളാഹു നിസ്കരിക്കാൻ ഭാഗ്യം തരുമാറാകട്ടെ. ഒന്നാമത്തെ പ്രതിഫലം, മരിക്കുന്ന കാലം വരെ നിനക്കും നിന്റെ കുടുംബത്തിനും തിന്നാനുള്ള ഭക്ഷണം അള്ളാഹു തരും. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. നിസ്കരിച്ചാൽ കിട്ടുന്ന ഒന്നാമത്തെ പ്രതിഫലം എന്താ? എന്താ പ്രതിഫലം? മരിക്കുന്ന കാലം വരെ നിനക്കും നിന്റെ കുടുംബത്തിനും തിന്നാനുള്ള ഭക്ഷണം ആര് തരും? മുസ്ലിമീങ്ങളല്ലേ? ഖുർആനെ ഞാൻ പറയണം, ആര് തരും ഭക്ഷണം? അള്ളാഹു തരും. ഉസ്താദന്മാർ ഇവിടെ ഇരിക്കുന്നുണ്ട്, എന്നെക്കാലം അറിവുള്ള മുത്തല്ലിങ്ങൾക്ക്. ഒന്നാമത് ഇവരുടെ മുമ്പിൽ ഇരുന്ന് വഴുതു പറയാൻ തന്നെ പേടിയാ. അള്ളാഹു പറയുന്നു, വഅ്മുർ അഹ്ലക ബിസ്സലാത്തി വസ്തബിർ അലൈഹാ ലാ നസ്അലുക റിസ്ഖാ നഹ്നു നർസുഖുക. അല്ലാഹു പറയുന്നു, ഞാൻ തരും മരിക്കുന്ന കാലം വരെ കഴിക്കാനുള്ള ഭക്ഷണം. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. ആര് തരും ഭക്ഷണം? ആര് തരും ഭക്ഷണം? സൂറത്ത് ത്വാഹയുടെ 132 ആയത്ത് വീട്ടിൽ പോയിട്ട് എടുത്ത് നോക്കിക്കോ. സൂറത്ത് ത്വാഹ എന്ന് പറയുന്ന അധ്യായം എടുത്തിട്ട് അതിന്റെ അവസാനത്തെ പേജ് എടുത്തിട്ട് നിങ്ങൾ ഈ ആയത്തൊന്ന് വായിച്ചു നോക്ക്. അല്ലാഹു പറഞ്ഞതാ, നിന്റെ കണ്ണുകൊണ്ട് കാണാം. വീട്ടിൽ ചെന്നിട്ട് ഖുർആൻ എടുത്ത് നോക്ക്. അള്ളാഹു പറയുന്നു, മരിക്കുന്ന കാലം വരെ നിനക്കല്ലട സിറാജ, നിന്റെ പെണ്ണും പിള്ളയ്ക്കും മക്കൾക്കും തിന്നാനുള്ളത് ഞാൻ തരാം. പക്ഷെ നീയും നിന്റെ കുടുംബവും നിസ്കരിക്കണം. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. നിസ്കരിച്ചാൽ എന്ത് കിട്ടും? നിസ്കരിച്ചാൽ എന്ത് കിട്ടും? ഭക്ഷണം കിട്ടും. ആര് തരും ഭക്ഷണം? നീ ഉണ്ടാക്കിയ ഹറാം ഉണ്ടാക്കും. എടാ, അള്ളാഹു ത്വയ്യിബ, അള്ളാഹു തരുന്നത് ഹലാലേ തരൂ. നമ്മൾ തിന്നാ ചിലപ്പോൾ എന്ത് ചെയ്യും? അതിനകത്ത് ഹറാം വരും. പക്ഷെ അള്ളാഹു തരുകയാണെങ്കിൽ ത്വയ്യിബേ തരൂ. അള്ളാഹു നല്ലതേ തരൂ, ഹലാലേ തരൂ. അള്ളാഹു മരിക്കുന്ന കാലം വരെ ഭക്ഷണം തരും നിസ്കരിക്കുന്നവന്. പട്ടിണിക്കിടൂല റബ്ബ്. ഒരിക്കലും ഒരാളുടെ മുമ്പിലും മരിക്കുന്ന കാലം വരെ കൈനീട്ടേണ്ട അവസ്ഥ അള്ളാഹു വരുത്തത്തില്ല. 5 നേരം നിസ്കരിക്കുന്ന മനുഷ്യന് അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. ഇത് പറയുമ്പോൾ ചില പെണ്ണുങ്ങൾ എന്നോട് ചോദിക്കും, സിറാജ്, ഞങ്ങൾ നിസ്കരിക്കുന്നുണ്ട്, ഞങ്ങൾക്ക് കിട്ടുന്നില്ലല്ലോ. അതൊരു ചോദ്യ. ഇനി ഏറ്റവും വലിയൊരു ഉദാഹരണം, തമാശയല്ല, ഞാൻ ഒരു ഉദാഹരണം ചോദിക്കട്ടെ. ഏറ്റവും നല്ല ഭക്ഷണം കഴിക്കുന്നത് ആരാ? വെടി കൊണ്ടതുപോലെ ഇരിക്കുന്നുണ്ടോ? ഏറ്റവും നല്ല ഭക്ഷണം കഴിക്കുന്ന ആളാരാ? പറയടോ. ഉസ്താദന്മാര്, അള്ളാഹു ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. ആരാ? ആരാ? ഉസ്താദന്മാരുടെ പള്ളിയിലെ ഖത്തീബിനെക്കാളും നല്ല ഭക്ഷണം കഴിക്കണ ആരാ ഈ നാട്ടിലുള്ള? എല്ലാ ദിവസവും മട്ടനും ചിക്കനും ബീഫും മന്തിയൊക്കെ തിന്നുന്ന ആരാ ഉള്ളേ? ഏത് പണക്കാരനാ? നിനക്കല്ലേ അറിയത്തുള്ളൂ. നാട്ടുകാരുടെ മുമ്പിൽ കെട്ടിയവൻ പണക്കാരനാ, വീട്ടിൽ കഞ്ഞിയും പയറുക. അള്ളാഹു ആലം. എല്ലാ ദിവസവും നല്ല ഭക്ഷണം, ഉസ്താദന്മാർക്ക് നല്ല ഭക്ഷണം. അള്ളാഹു ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. 5 നേരം നിസ്കരിക്കാറുണ്ടോ? നിസ്കരിക്കുന്നുണ്ട്. നിങ്ങൾ ചോദിക്കും, ഉസ്താദെ എന്തേ നിങ്ങൾക്ക് ചെറിയൊരു പ്രശ്നമുണ്ടോ? നിങ്ങളും ഉസ്താദന്മാരും തമ്മിൽ ചെറിയൊരു വ്യത്യാസമുണ്ട്. എന്താ വ്യത്യാസം? ഉസ്താദ് ബാങ്ക് വിളിച്ച് 15 മിനിറ്റ് കഴിയുമ്പോൾ ഉസ്താദ് ജമാഅത്തായിട്ട് 5 വഖത്ത് നിസ്കരിക്കും. നിങ്ങൾ സമയം കിട്ടുമ്പോൾ നിസ്കരിക്കും. അതാണ് വ്യത്യാസം. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. നിങ്ങളപ്പം നിസ്കരിക്കും, ഉസ്താദ് അപ്പം നിസ്കരിക്കും. 15 മിനിറ്റ് കഴിഞ്ഞ ഉടനെ ഇഖാമത്ത് കൊടുത്തിട്ട് നിസ്കരിക്കൂലേ ജമാഅത്തായിട്ട്? 5 വഖത്ത് അങ്ങനെയല്ലേ നിസ്കരിക്കുക? നിങ്ങളോ കഴിയട്ടെ, കടയുണ്ട്, ജോലിയുണ്ട്, ഇല്ലേ താത്ത? ലൊഹർ നിസ്കരിക്കണം. എപ്പോഴാ? ലൊഹറിന് ബാങ്ക് വിളിക്കുമ്പോൾ നീ മീൻ വെട്ടിക്കൊണ്ടിരിക്കുക. നീ ചോറ് വെക്കണം, കറി വെക്കണം, ഉപ്പേരി വെക്കണം, വീട് തൂക്കണം, കുളിക്കണം. ഇതെല്ലാം കഴിഞ്ഞിട്ട് ഒരു 2:45, 3 മണിയാകുമ്പോൾ ഒരു വളുവിൽ 2 വഖത്ത് ഒറ്റയടിക്ക് തീർക്കുന്ന ആളാ നീ. നിനക്കൊക്കെ തോന്നുന്ന സമയത്തല്ല നിസ്കരിക്കേണ്ടത്. ഇന്ന സലാത്ത കാനത്ത് അലൽ മുഅ്മിനീന കിതാബൻ മൗഖൂത. ആമിനത്ത, അല്ലാഹ് നിശ്ചയിച്ചിട്ടുണ്ട് സമയം, അല്ലാതെ നീയല്ല സമയം നിശ്ചയിക്കേണ്ടത്. എന്നാ പിന്നെ എന്തിനാ മുഅദ്ദിൻ വിളിക്കണത്? അവനവന് തോന്നുന്ന സമയത്ത് നിനക്ക് എല്ലാം കഴിഞ്ഞിട്ട് പോയി ചെയ്യാനുള്ള സാധനമല്ല നിസ്കാരം. അതിന് അല്ലാഹ് സമയം പറഞ്ഞിട്ടുണ്ട്. ആ സമയത്ത് നിസ്കരിക്കണം, അവ്വൽ വഖത്തിൽ നിസ്കരിക്കണം. ഫവൈലുൽ ലിൽ മുസല്ലീൻ. ഖുർആൻ أرأيت الذي يكذب بالدين فذلك الذي يدعو اليتيم ولا يحض على طعام المسكين فويل للمصلين. വൈലെന്ന് പറയുന്ന നരകം കള്ളുകുടിയനല്ല പെങ്ങള്, വ്യഭിചരിക്കുന്നവനല്ല പെങ്ങള്, പലിശ തിന്നുന്നവനല്ല പെങ്ങള്, ശിർക്ക് ചെയ്യുന്നവനല്ല പെങ്ങള്. ഫവൈലുൽ ലിൽ മുസല്ലീൻ.
നിസ്കരിക്കുന്നവനാണ് വൈലെന്ന് പറയുന്ന നരകം. യാ റസൂലല്ലാഹ്, മുത്തി നബിയെ, നിസ്കരിക്കുന്നവർ വൈലെന്ന് പറയുന്ന നരകത്തിൽ വീണു പോകുമോ? നബി തങ്ങൾ പറഞ്ഞു, ആരാ? ഫവൈലുൽ ലിൽ മുസല്ലീൻ അല്ലദീന ഹും അൻ സ്വലാത്തിഹിം സാഹൂർ. നിസ്കാരത്തിൽ അലസത കാണിക്കുന്നവർ, കൃത്യനിഷ്ഠതയില്ലാത്തവർ, തോന്നുന്നത് പോലെ ചെയ്യുന്നവർ, നിസ്കരിക്കുന്നവർക്ക് വേണ്ടി വൈലെന്ന് പറയുന്ന നരകം ഒരുക്കി വെച്ചു എന്ന് അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറയുമ്പോ, പെങ്ങളെ, ഞാൻ പറയുന്നത് ഖുർആനാ. 5 നേരം നിസ്കരിച്ചു നോക്ക്. വാപ്പാ, നീ മാത്രം നിസ്കരിച്ചാ പോരാ, നിന്റെ ഭാര്യ നിസ്കരിക്കണം, നിന്റെ മക്കള് നിസ്കരിക്കണം. കാരണം നിന്റെ ഭാര്യയെയും നിന്റെ മക്കളെയും നിസ്കരിപ്പിക്കേണ്ട ഉത്തരവാദിത്തം നിനക്കുണ്ട്. നിന്റെ കുടുംബം നിസ്കരിക്കുന്ന കുടുംബമാണോ പെങ്ങളെ? അതുകൊണ്ടാണ് നബി തങ്ങൾ പറഞ്ഞത്, അല്ലാഹുവിന്റെ റസൂൽ പറയുന്ന ഒരു ഭർത്താവിന് സ്വർഗ്ഗമുണ്ട്, ഒരു ഭർത്താവിന് സ്വർഗ്ഗമുണ്ട്. ഏത് ഭർത്താവിനെന്നറിയുമോ? ഏത് ഭാര്യക്കാണ് സ്വർഗ്ഗം അല്ലാഹു കൊടുക്കുന്നതെന്നറിയുമോ? രാവിലെ സുബഹി നമസ്കാരത്തിന് വേണ്ടി എഴുന്നേൽക്കുകയാണ്. പടച്ചവനെ ഒളിവെടുത്തിട്ട് തിരിച്ചു വരുമ്പോ ഭർത്താവ് കിടന്നുറങ്ങുകയാ. നിസ്കരിക്കാതെ ഭർത്താവ് കിടന്നുറങ്ങുകയാണ്, ഭാര്യ കിടന്ന് ഉറങ്ങുകയാണ്. ആ ഒളിവെടുത്തിട്ട് തന്റെ കയ്യിലിരിക്കുന്ന ആ വെള്ളം തന്റെ ഭാര്യയുടെ മുഖത്തേക്കൊന്ന് കുടഞ്ഞിട്ടു പെണ്ണ് എഴുന്നേറ്റ് നിസ്കരിക്കുക എന്ന് വിളിച്ചുണർത്തുന്ന ഭർത്താവുണ്ടല്ലോ. കിടന്നുറങ്ങുന്ന ഭാര്യ വിളിച്ചുണർത്തുന്ന ഭർത്താവ്, കിടന്നുറങ്ങുന്ന ഭർത്താവിനെ വിളിച്ചുണർത്തിയിട്ട് നിസ്കരിപ്പിക്കുന്ന ഭാര്യ, അവർക്ക് സ്വർഗ്ഗമുണ്ടെന്ന് നബി തങ്ങൾ പഠിപ്പിക്കുമ്പോ അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറയുകയാ, അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറയുകയാണ്, അതാ പടച്ചവനെ, വഅ്മുർ അഹ്ലക ബിസ്സലാത്തി വസ്തബിർ അലൈഹാ ലാ നസ്അലുക റിസ്ഖാ നഹ്നു നർസുകുക. അല്ലാഹു പറയുന്നു, ഞാൻ കൊടുക്കും ഭക്ഷണം. അല്ലാഹു പറയുന്നു, ഞാനാണ് റാസിഖ്, ഞാനാണ് റാസിഖ്, ഞാൻ തരാം നിനക്ക് മരിക്കുന്ന കാലം വരെ ഭക്ഷണം. ജോലിയുണ്ടെങ്കിലും ജോലിയില്ലെങ്കിലും, കഷ്ടപ്പാടാണെങ്കിലും ഇല്ലെങ്കിലും നിനക്ക് ഭക്ഷണം ഞാൻ തരാമെന്ന് അല്ലാഹു പറയുകയാണ്. എന്നിട്ട് അല്ലാഹു പറയുന്നു, രണ്ടാമത്തെ പ്രതിഫലം എന്തെന്നറിയുമോ? ഉസ്താദേ, മരിക്കുന്ന സമയത്ത് ഈമാനോടുകൂടി മരിക്കണം, ശഹാദത്ത് കലിമ പറഞ്ഞു മരിക്കണം എന്ന ആഗ്രഹത്തോടെ പറയുന്ന ചെറുപ്പക്കാരാ, മോനെ, ഓസിന് കിട്ടുന്ന ഒരു കാര്യമല്ലടാ ഈമാനുള്ള മരണം. ഈമാനുള്ള മരണം വെറുതെ കിട്ടില്ല പെങ്ങള്. അല്ലാഹു പറയുന്നു, വൽ ആഖിബത്തു ലിത്തഖ്വാ. അല്ലാഹു പറയുകയാ, നല്ല മരണം തരാം, നല്ല മരണം തരാം. നിസ്കരിക്കുന്നവർക്ക് അല്ലാഹു നല്ല മരണം കൊടുക്കുമെന്ന് പരിശുദ്ധമായ ഖുർആൻ എവിടെന്ന് പറയുമ്പോ, നല്ല മരണമെന്ന് പറഞ്ഞാൽ എന്തെന്നറിയുമോ? നല്ല മരണമെന്ന് പറഞ്ഞാൽ എന്തെന്നറിയുമോ? അല്ലാഹു റിസ്ക് തരും ചെറുപ്പക്കാരാ. അതിന് ഞാനൊരു ചരിത്രം പറയാ. മഹാനായ ഹുബൈബ് ഇബ്നു അദി റളിയല്ലാഹു തആല അൻഹു, ചെറുപ്പക്കാരനായ സ്വഹാബിയാണ്. ഹുബൈബ് ഇബ്നു അദി റളിയല്ലാഹു തആല അൻഹു പരിശുദ്ധമായ ദീനിലേക്ക് കടന്നു വരികയാണ്. ഹുബൈബ് ഇസ്ലാമിലേക്ക് കടന്നു വന്നു. നബി തങ്ങളോട് വല്ലാത്ത സ്നേഹമാണ്, നബി തങ്ങൾ എന്ന് പറഞ്ഞ ജീവനാണ്. ആ ഹുബൈബ് ഇങ്ങനെ ഒറ്റയ്ക്ക് യാത്ര ചെയ്യുമ്പോ ശത്രുക്കളുടെ കയ്യിൽ കിട്ടുകയാണ്. ഹുബൈബ് റളിയല്ലാഹു തആല അൻഹുവിനെ പിടിച്ചു കെട്ടിക്കൊണ്ടുവരികയാണ്. എന്നിട്ട് ശത്രുക്കൾ പറഞ്ഞു, ഹുബൈബ്, മതം മാറണം ഹുബൈബ്, പഴയ മതത്തിലേക്ക് തിരിച്ചു വരണം ഹുബൈബ്. ഹുബൈബ് പറഞ്ഞു, എന്നെ നിങ്ങൾ കൊന്നാലും ഞാൻ മതം മാറൂല, എന്നെ നിങ്ങൾ കൊന്നു കളഞ്ഞാലും മതം മാറൂല. എന്തു വേണമെങ്കിലും തരാമടാ ഹുബൈബ്, നീ ചോദിക്കുന്നത് എന്തു വേണമെങ്കിലും തരാ. ഈ നിൽക്കുന്ന ഏത് പെണ്ണിനെ കാണിച്ചു തന്നാലും നിന്റെ കാൽ കീഴിൽ കൊണ്ടുതരാ, നിനക്ക് അധികാരം തരാ, നിനക്ക് പണം തരാ. ഈ പുതിയ മതം കളഞ്ഞിട്ട് പഴയ മതത്തിലേക്ക് മടങ്ങി വാടാ ഹുബൈബ്. ഹുബൈബ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, കൊന്നാലും മതം മാറൂല.
നിങ്ങൾ എന്ത് ചെയ്താലും മതം മാറൂല. അവര് പറഞ്ഞു അവസാനം വാശിയായി, എല്ലാവർക്കും ദേഷ്യമായി. അവര് പറഞ്ഞു ഇവനെ തൂക്കിലേറ്റണം, പരസ്യമായി തൂക്കിലേറ്റണം. എല്ലാവരും കാണുന്ന രീതിയിൽ ഈ ഹുബൈബിനെ പരസ്യമായി തൂക്കിലേറ്റണമെന്ന് അവിടെ നിന്ന് വിധിക്കുകയാണ്. ഹുബൈബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ ചരിത്രമൊന്ന് പഠിച്ചു നോക്ക് ചെറുപ്പക്കാരാ. കൊണ്ടുപോയി പൂട്ടിക്കിട്ടിരിക്കുകയാണ്, കഴുകുമരം റെഡിയാക്കുകയാണ്. ഹുബൈബ് റളിയല്ലാഹു തആല അൻഹുവിനെ കൊണ്ടുപോയി അടച്ചിട്ടിരിക്കുകയാണ്. ഇവനെ കഴിക്കാൻ ഭക്ഷണം കൊടുക്കരുത്, ഇവന് കുടിക്കാൻ വെള്ളം കൊടുക്കരുത്, ഇവനെ പട്ടിണി കിടക്കട്ടെ എന്ന് പറഞ്ഞ് ഹുബൈബ് തങ്ങളെ കൊണ്ടുപോയി പൂട്ടിക്കിട്ടിരിക്കുകയാണ്. റബ്ബേ, അതാ പടച്ചവനെ, അതാ ചരിത്രമെടുത്ത് വായിച്ചു നോക്കണോ. ആ തൂക്കിക്കൊല്ലാൻ വിധിച്ചവന്റെ സഹോദരിയുടെ ചരിത്രം പഠിക്ക്. ആ തൂക്കിക്കൊല്ലാൻ വിധിച്ച മനുഷ്യന്റെ സഹോദരിയുടെ ചെറിയ കുഞ്ഞുണ്ടല്ലോ, ആ കുഞ്ഞിങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അതിങ്ങനെ മുട്ടിലിടഞ്ഞിടഞ്ഞ് ഹുബൈബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ റൂമിനകത്തേക്ക് കേറുകയാണ്. അതാ ഉമ്മ തന്റെ കുഞ്ഞിനെ കാണാതെ തെരഞ്ഞു നടക്കുകയാ. ഹുബൈബ് റളിയല്ലാഹു തആല അൻഹുവിനെ തൂക്കിക്കൊല്ലാൻ വിധിച്ച മനുഷ്യന്റെ സഹോദരി തന്റെ കുഞ്ഞ് കളിച്ചുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയിൽ ഇങ്ങനെ ഹുബൈബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ റൂമിനകത്ത് കയറിപ്പോയി. കുഞ്ഞിനെ കാണുന്നില്ല, തിരയാൻ തുടങ്ങി. എല്ലാ സ്ഥലങ്ങളിലും തെരഞ്ഞിട്ട് കുഞ്ഞിനെ കാണുന്നില്ല. അവസാനം വന്നു നോക്കുമ്പോ ഹുബൈബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ മടിയിൽ ഇരുന്നിട്ട് കുഞ്ഞ് കളിക്കുന്നുണ്ട്. ഹുബൈബ് തങ്ങൾ ഇങ്ങനെ കയ്യിൽ കത്തിയും പിടിച്ചിരിക്കുകയാണ്. കയ്യിൽ ഇങ്ങനെ കത്തി പിടിച്ചിട്ടുണ്ട്. ആ പെണ്ണ് വല്ലാതെ ഭയന്നുപോയി. ഹുബൈബ് റളിയല്ലാഹു തആല അൻഹുവിന് ഭക്ഷണം കൊടുക്കാതെ വെള്ളം കൊടുക്കാതെ ജയിലിനകത്ത് റൂമിനകത്ത് അടച്ചിട്ടിരിക്കുക. ഹുബൈബ് തങ്ങൾ നോക്കുമ്പോ കുഞ്ഞു മടിയിലിരിക്കുന്നുണ്ട്, ഹുബൈബ് തങ്ങളുടെ കയ്യിൽ ഒരു കത്തി ഇരിക്കുന്നുണ്ട്. ഈ പെണ്ണ് പേടിച്ചു പോയി കുഞ്ഞിനെ വല്ലതും ചെയ്യുമെന്ന്. പക്ഷെ ആ പെണ്ണ് ജയിലിനകത്തേക്ക് കടന്നു ചെല്ലുമ്പോ ഹുബൈബ് റളിയല്ലാഹു തആല നഖം വെട്ടിക്കൊണ്ടിരിക്കുകയാണ്. കാരണം റൂമിന്റെ മുമ്പിൽ തൂക്കുകയർ റെഡിയാക്കിക്കൊണ്ടിരിക്കുന്നു. തന്നെ കൊല്ലാനുള്ള കഴുകുമരം റെഡിയാക്കുന്നു. ഹുബൈബ് തങ്ങൾ നഖം വെട്ടിക്കൊണ്ടിരിക്കുക. ആ പെണ്ണ് പറയുന്നുണ്ട്, ഞാൻ ഹുബൈബിന്റെ റൂമിന്റെ അകത്ത് കയറി ചെന്നപ്പോ ഹുബൈബിന്റെ മുമ്പിൽ പാകമായ മുന്തിരിക്കുല ഇരിക്കുന്നുണ്ട്. അള്ളാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എടോ, ഹുബൈബ് റളിയല്ലാഹു തആല അൻഹുവിനെ ഭക്ഷണം കൊടുക്കാതെ അടച്ചിട്ടിരിക്കുക. ആ റൂമിന്റെ അകത്ത് തന്റെ മടിയിലിരിക്കുന്ന കുഞ്ഞിനെ എടുക്കാൻ ചെല്ലുമ്പോ ആ പെണ്ണ് പറയുന്നുണ്ട്, ഞാൻ കാണുന്നു ഹുബൈബിന്റെ മുമ്പിൽ ഭക്ഷണം ഇരിക്കുന്നത്. മറിയം ബീവി റളിയല്ലാഹു തആല അൻഹയ്ക്ക് പള്ളിയുടെ മിഹ്റാബിനകത്ത് ഭക്ഷണം കൊടുക്കാൻ കഴിവുള്ള അല്ലാഹ് ഹുബൈബ് ഇബ്നു അദി റളിയല്ലാഹു തആല അൻഹുവിന്റെ ജയിലിന്റെ കടച്ചിരിക്കുന്ന റൂമിന്റെ അകത്ത് ഭക്ഷണം കൊടുത്തു. ആ പെണ്ണ് പറയുന്ന ചരിത്രം അറിയാം. ഹുബൈബ് റളിയല്ലാഹു തആല അൻഹുവിനെ തൂക്കിക്കൊല്ലാൻ കൊണ്ടുവന്നു. ചോദിച്ചു, ഹുബൈബേ, നിന്റെ അവസാനത്തെ ആഗ്രഹം എന്താണെന്ന് പറ. നീ ഞങ്ങളുടെ കൂട്ടുകാരനാ, എന്റെ ഫ്രണ്ടാ, നീ ഞങ്ങളുടെ ഫ്രണ്ടാണ് നീ, അതുകൊണ്ട് നിന്റെ അവസാനത്തെ ആഗ്രഹം എന്താ? ഹുബൈബ് റളിയല്ലാഹു തആല ചോദിച്ചു, എന്ത് ചോദിച്ചാലും സമ്മതിക്കും. അവര് വിചാരിച്ചു വെറുതെ വിടണമെന്ന് പറയുമെന്ന്. ഹുബൈബ് റളിയല്ലാഹു തആല പറഞ്ഞു, എനിക്ക് 2 റക്അത്ത് നിസ്കരിക്കാൻ സമ്മതം തന്നാ മതി, എനിക്കൊന്ന് 2 റക്അത്ത് നിസ്കരിക്കണം. ഹുബൈബിന് അവർ അനുവാദം കൊടുത്തു. ഹുബൈബ് റളിയല്ലാഹു തആല 2 റക്അത്ത് 2 ചെറിയ സൂറത്ത് ഓതിയിട്ട് പെട്ടെന്ന് നിസ്കരിച്ചു. സലാം വീട്ടിക്കെട്ട് സുജൂദിലേക്ക് വീണു. എന്നിട്ട് അള്ളാഹുടെ മുമ്പിൽ കരഞ്ഞുകൊണ്ട് പറഞ്ഞു, പടച്ചവനെ, ആദ്യമായിട്ടാ പെട്ടെന്ന് നിർത്തുന്നത്. അള്ളാഹുവെ, ഞാൻ ആദ്യമായിട്ടാ ചെറിയ സൂറത്ത് ഓതിയിട്ട് നിസ്കാരം പെട്ടെന്ന് നിർത്തുന്നത്. ആഗ്രഹമില്ലാഞ്ഞിട്ടല്ല പടച്ചവനെ, ഇഷ്ടമില്ലാഞ്ഞിട്ടൊന്നുമല്ല അല്ലാഹ്. എന്റെ നിസ്കാരം നീണ്ടുപോയാൽ ഇവന്മാര് വിചാരിക്കും എനിക്ക് മരിക്കാൻ പേടിയാണെന്ന്. ഞാൻ വലിയ സൂറത്ത് ഓതിയിട്ട് നിസ്കരിച്ച് എന്റെ നിസ്കാരം നീണ്ടുപോയാൽ ഇവര് വിചാരിക്കും എനിക്ക് മരിക്കാൻ പേടിയാണെന്ന്. അതുകൊണ്ടാണ് പടച്ചവനെ പെട്ടെന്ന് നിസ്കരിച്ചത്. ഹുബൈബ് റളിയല്ലാഹു തആല അൻഹു കഴുകുമരത്തിന്റെ മുകളിലേക്ക് കയറുകയാണ്. കയ്യും കാലും കെട്ടുകയാണ്. ഹുബൈബ് തങ്ങളുടെ കൈകാലുകൾ കെട്ടി എന്നിട്ട് മുഖം മറയ്ക്കാൻ പോയപ്പോ അവിടെ നിന്ന് വിളിച്ചു പറഞ്ഞു, അവന്റെ മുഖം മറയ്ക്കരുത്, അവന്റെ മുഖം ഒരിക്കലും മറയ്ക്കരുത്. അവൻ കിടന്ന് പിടയുന്നത് നാട്ടുകാർ മുഴുവനും കാണട്ടെ. ഇനി ഒരാൾ പോലും മതം മാറാൻ തയ്യാറാകരുത്. അതുകൊണ്ട് അവനെ പരസ്യമായി വേണം തൂക്കിലേറ്റാൻ. അങ്ങനെ ഹുബൈബ് തങ്ങളുടെ കൈകാലുകൾ കെട്ടി കഴുത്തിൽ കയറിട്ടു. എന്നിട്ട് അവസാനം കൊല്ലാൻ പോകുമ്പോ അവിടെ നിന്ന് ചോദിച്ചു, ഹുബൈബേ, കൊല്ലാൻ
മനസ്സു വരുന്നില്ലടാ, കൊല്ലാൻ മനസ്സു വരുന്നില്ലടാ. ഹുബൈബേ മതമൊന്നും മാറണ്ടടാ, മതമൊന്നും മാറണ്ട ഹുബൈബേ. മുഹമ്മദിനെ കുറിച്ച് മോശമായ ഒരു വാക്ക് പറഞ്ഞാൽ, അള്ളാന്റെ റസൂലിനെ കുറിച്ച് മോശമായ ഒരു വാക്ക് പറഞ്ഞാൽ നിന്നെ ഞങ്ങൾ വെറുതെ വിട്ടേക്കാ. ഹുബൈബ് തങ്ങളെ പറഞ്ഞ മുത്തുനബിയുടെ കാലിലൊരു മുള്ളു കൊള്ളുന്നത് പോലെ ഹുബൈബിന് സഹിക്കാൻ കഴിയില്ല. അവർക്ക് വാസിയായടോ, അവർക്ക് വാസിയായടോ. ഹുബൈബ് തങ്ങളുടെ കഴുത്തിൽ കയറിടുകയാണ്. അതാ പഠിപ്പിച്ച കുന്തം കൊണ്ട് വന്ന് ഹുബൈബ് തങ്ങളുടെ വയറ്റിൽ കുത്തിയിറക്കുകയാണ്, നെഞ്ചിൽ കുത്തിയിറക്കുകയാണ്. എന്നിട്ട് പച്ചയിറച്ചി ഇങ്ങനെ വലിച്ചു പറിക്കുകയാ. അല്ലാഹുവേ, ഹുബൈബ് തങ്ങളെ കഴുകുമരത്തിൽ കടന്നുകൊണ്ട് പാട്ടുപാടുകയാണ്. എന്നെ നിങ്ങൾ വെട്ടിക്കൊല്ലണോ, തൂക്കിക്കൊല്ലണോ, കുത്തിക്കൊല്ലണോ, കത്തിക്കണോ, എങ്ങനെ വേണമെങ്കിലും നിങ്ങൾ എന്നെ കൊന്നോ, എനിക്ക് പ്രശ്നമില്ല. എനിക്ക് അല്ലാഹുവിന്റെ മുമ്പിൽ രക്ഷപ്പെട്ടാൽ മതി. അവസാന ഹുബൈബ് തങ്ങളുടെ പച്ചയിറച്ചി ഇങ്ങനെ വലിച്ചു പറിക്കുകയാണ്, കഴുത്തിൽ കയറ് മുറുക്കുകയാണ്. വേദന സഹിക്കാൻ കഴിയാതെ ഹുബൈബ് തങ്ങള് കടന്ന് പിടയുകയാ, ഹുബൈബ് തങ്ങള് കടന്ന് പിടയുകയാ. കണ്ണിൽ നിന്ന് കണ്ണുനീരൊഴുകുകയാണ്. എല്ലാവരും കളിയാക്കുകയാണ്, എല്ലാവരും ചിരിക്കുകയാണ്. പച്ചയായ ഹുബൈബ് തങ്ങള് കഴുത്തിൽ കയറിട്ട് മുറുക്കുമ്പോൾ, ശരീരത്തിൽ നിന്ന് പച്ചയിറച്ചി വലിച്ചു പറിച്ചെടുക്കുമ്പോ ആ മരണവേദന സഹിക്കാൻ കഴിയാതെ ഹുബൈബ് തങ്ങള് കടന്ന് പിടയുമ്പോ ആ രംഗം കണ്ടുകൊണ്ട് എല്ലാവരും ആസ്വദിക്കുകയാണ്. അതാ തന്റെ കഴുത്തിൽ കയറിട്ട് മുറുക്കുമ്പോ അതാ ആകാശത്ത് നിന്ന് മലക്കുകൾ ഇറങ്ങി വരികയാണ്. ഇന്നല്ലദീന ഖാലൂ റബ്ബുനല്ലാഹ് സുമ്മ ഇസ്തഖാമൂ തതനസ്സലു അലൈഹിമുൽ മലായിക അല്ലാ തഖാഫൂ വലാ തഹ്സനൂ വഅബ്ശിറൂ ബിൽ ജന്നാ. നിസ്കരിക്കുന്നവർക്ക് അല്ലാഹു കൊടുക്കുന്ന മരണമാണ് പറയുന്നത്. ഇത് കഥയല്ലടാ ചെറുപ്പക്കാരാ, ഇതേതെങ്കിലും ഒരു സിനിമ കഥയല്ല പറയുന്നത്. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ. എന്റെ പ്രിയപ്പെട്ടവരെ, മഹാനായ സഹാബികളുടെ ചരിത്രമാണ് പറയുന്നത്. ഉബൈബ് റളിയല്ലാഹു തആല അൻഹുവിനെ കഴുകുമരത്തിൽ കെട്ടി തൂക്കുമ്പോ, മരണവേദന സഹിക്കാൻ കഴിയാതെ പിടയുമ്പോ ആകാശത്ത് നിന്ന് അതാ വരുന്ന മലക്കുൽ മൗത്ത് അസ്റായീൽ വന്നിട്ട് ചോദിക്കുന്ന, ഹുബൈബേ എന്തിനാ കരയുന്നത്, എന്തിനാ സങ്കടപ്പെടുന്നത്, എന്തിനാ വിഷമിക്കുന്നത്? അല്ലാ തഖാഫൂ വലാ തഹ്സനൂ, പേടിക്കല്ലേ ഹുബൈബേ, പേടിക്കല്ലേ ഹുബൈബേ, സങ്കടപ്പെടല്ലേ ഹുബൈബേ. അല്ലാഹുവിന്റെ മലക്കുകൾ അവിടെ നിന്ന് പറയുകയാ, അല്ലാഹുവിന്റെ മലക്കുകൾ പറയുകയാ, എന്തിനാ നീ പേടിക്കുന്നത്, എന്തിനാ നീ സങ്കടപ്പെടുന്നത്? ഹുബൈബേ പറയടാ, ലാ ഇലാഹ ഇല്ലല്ലാഹ്, പറയടാ ഹുബൈബേ, വിളിച്ചു പറയടാ ഹുബൈബേ. കഴുകുമരത്തിൽ കിടന്ന് പിടയുന്ന ഹുബൈബിനോട് വിളിച്ചു പറയുകയാ, ഷഹാദത്ത് കലിമ വിളിച്ചു പറയടാ. കഴുകുമരത്തിൽ കിടന്ന് മരണപ്രാളത്തിൽ പിടയുന്ന ഹുബൈബ് വിളിച്ചു പറയുകയാ, ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഇടിത്തീ വീണതുപോലെ, ഇടിത്തീ വീണതുപോലെ അതുവരെ ചിരിച്ചവരുടെ കണ്ണ് തള്ളിപ്പോയി ചെറുപ്പക്കാരാ, പേടിച്ചു പോയടാ ചെറുപ്പക്കാരാ. കഴുകുമരത്തിൽ കടന്ന ഹുബൈബ് ഇബ്നു അദിയ് പറയുകയാ, ലാ ഇലാഹ ഇല്ലല്ലാഹ്. നിസ്കരിക്കുന്ന പെങ്ങളെ, അല്ലാഹുവിന്റെ പള്ളിയിൽ നിന്ന് 5 നേരം ബാങ്ക് വിളിക്കുമ്പോൾ എന്ത് ജോലിയാണെങ്കിലും എല്ലാം മാറ്റിവെച്ചിട്ട് ഓടി വന്ന് നിസ്കരിക്കുന്ന ഉമ്മ, ഭർത്താവ് വേണ്ടുമ്മ, മക്കള് വേണ്ടുമ്മ, കൂടെ
കൂടപ്പിറപ്പ് വേണ്ടുമ്മ, കുടുംബക്കാരുടെ ആവശ്യം നിനക്കില്ല ഉമ്മ. നിന്റെ റൂഹ് പിടിക്കുന്ന ആ സമയമുണ്ടല്ലോ, കാലിന്റെ തള്ളവിരൽ മുതൽ റൂഹ് പിടിച്ച നിന്റെ തൊണ്ടക്കുടിയുടെ ഭാഗത്തേക്ക് അതാ കാബുലല്ലാഹു മലക്ക് അസ്റായീൽ നിന്റെ തൊണ്ടക്കുടിയിൽ നിന്ന് റൂഹ് വലിച്ചെടുക്കാൻ പോകുന്ന അവസാന സമയമുണ്ടല്ലോ, ആ സമയത്ത് നിസ്കരിക്കുന്ന ഉമ്മയോട് പറയുകയാണ്, നിനക്കാര് പറഞ്ഞു തരുമെന്നറിയുമോ? നീ സാധാരണ ഒരു പെണ്ണല്ല. നിന്റെ പെൺമക്കളും നിന്റെ മരുമക്കളും നിസ്കരിക്കാതെ വീടിന്റെ അകത്തിരുന്ന് സീരിയൽ കണ്ടപ്പോ, സിനിമ കണ്ട് ആസ്വദിച്ചപ്പോ, മൊബൈൽ കുത്തി സുഖിച്ചപ്പോ, അതേ വീടിന്റെ നിസ്കാര റൂമിനകത്ത് മുസല്ല വിരിച്ചിട്ട് 5 നേരം നിസ്കരിച്ച ഉമ്മ, അല്ലാഹു നിന്റെ മരണമാ പറയുന്നത്, നിനക്ക് അല്ലാഹു തരുന്ന മരണമാ പറയുന്നത്. പെങ്ങളെ, കൂടെ പഠിക്കുന്ന പെൺകുട്ടികൾ മുഴുവനും നിസ്കാരത്തിന്റെ സമയത്ത് സ്കൂളിനകത്താകട്ടെ, ജോലി ചെയ്യുന്ന സ്ഥലത്താകട്ടെ, ഒരു തുണിയെങ്കിലും വിരിച്ചിട്ട് നീ നിസ്കരിക്കാറുണ്ടല്ലോ. കളിയാക്കത്തില്ലേ പെങ്ങള്? പരിഹസിക്കാറില്ലേ പെങ്ങള്? കാര്യമാക്കണ്ട മോള്. അല്ലാഹു നിനക്ക് തരുന്ന പ്രതിഫലം എന്തെന്നറിയുമോ? അല്ലാഹുവിന്റെ മലക്കുകളെ നിന്നോട് പറഞ്ഞു തരും, പറ ഉമ്മ ലാ ഇലാഹ ഇല്ലല്ലാഹ്. മലക്കുകൾ പറഞ്ഞു തരും, ബാപ്പാ അല്ലാഹുവിന്റെ പള്ളിയിലേക്ക് പ്രഷറിന്റെയും ഷുഗറിന്റെയും ഗുളിക കടിച്ച് കിടന്നുറങ്ങി വെളുപ്പാങ്കാലത്ത് അസ്വലാത്തു ഖൈറും മിനന്നൗം, അല്ലാഹുവിന്റെ പള്ളിയിൽ നിന്ന് ബാങ്ക് വിളിക്കുമ്പോ സുബഹിക്ക് എഴുന്നേറ്റ് വേച്ച് പള്ളിയിൽ പോയി നീയൊക്കെ നിസ്കരിച്ചത് വെറുതെയാണെന്ന് തോന്നുന്നുണ്ടോ ഉപ്പാ? ഇല്ലുപ്പാ, ഇല്ലുപ്പാ. തൊണ്ടക്കുടിയിൽ നിന്ന് റൂഹ് പിടിക്കുന്ന സമയത്തും മലക്കുകളെ പറഞ്ഞു തരികയാ, പറവാപ്പാ ലാ ഇലാഹ ഇല്ലല്ലാഹ്. നീ അത്ഭുതത്തോടെ നോക്കുകയാണ്. നഹ്നു ഔലിയാഉകും ഫിൽ ഹയാത്തി ദുനിയാ വഫിൽ ആഖിറ. മലക്കുകൾ പറയുന്നു, ഞങ്ങൾ നിങ്ങളുടെ കൂട്ടുകാരാ, ഞങ്ങൾ നിന്റെ ദുനിയാവിലെയും ആഖിറത്തിലെയും കൂട്ടുകാരാ. പറഞ്ഞോ ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഉബൈബ് റളിയല്ലാഹു തആല അൻഹുവിനോട് മലക്കുകൾ പറഞ്ഞു കൊടുക്കുകയാ, ചിരിക്കടാ ഹുബൈബ്, ചിരിക്കടാ ഹുബൈബ്. തൂങ്ങിച്ചത്തവന്റെ കണ്ണ് തള്ളുമല്ലോ, അതാ വായിലൂടെ പതയും നൊരയും വരാറുണ്ടല്ലോ, മുഖമെല്ലാം കറുത്തു ഭയപ്പെടുത്തുന്ന രീതിയിലാണ് ആത്മഹത്യ ചെയ്യുന്നവന്റെ മുഖം കാണുന്നത്. പക്ഷേ ഹുബൈബ് തങ്ങളുടെ മുഖത്തുള്ള പ്രകാശം കാണാൻ തിരക്കായിരുന്നടാ ചെറുപ്പക്കാരാ. എല്ലാരും വന്നിട്ട് നോക്കുന്നു, എന്തൊരു പ്രകാശമാ അല്ലാഹ്, എന്തൊരു ചിരിയാ അല്ലാഹ്. ഹുബൈബ് തങ്ങളുടെ ചിരി കണ്ടിട്ട് മുസ്ലിമായവരുണ്ടോ? ഹുബൈബിന്റെ മുഖത്തടിച്ചിട്ട് ചോദിച്ചവരുണ്ട്. അല്ലാഹുവിന്റെ കഅബാലയത്തിന്റെ നേരെയാ ഹുബൈബിന്റെ തലയിരുന്നത്. കഅബാലയത്തിന്റെ നേരെ തലയും വെച്ച് തൂങ്ങിക്കിടക്കുന്ന ഹുബൈബിന്റെ മുഖത്തടിച്ചിട്ട് ഒരു മനുഷ്യൻ ചോദിച്ചു, ഹുബൈബേ എന്തൊരു പ്രകാശമാടാ, എന്തൊരു പുഞ്ചിരിയാടാ. ആ മനുഷ്യന് പിൽക്കാലത്ത് മുസ്ലിമായെന്ന ചരിത്രം പറയുകയാ. അവസാനം വാശി കൂടിയടോ, കൊഴുത്തു നാറട്ടെ, മയ്യത്ത് പോലും മുഹമ്മദിന് കൊടുക്കരുത്. അള്ളാഹുവിന്റെ ജനാസ പോലും കെടുക്കാതെ കെട്ടിത്തൂക്കിയിട്ടിരിക്കുകയാ, അവിടുന്ന് കാവല് നിൽക്കുകയാ. അള്ളാഹുവിന്റെ റസൂലിന് സങ്കടമായി, മുത്തുനബിക്ക് സങ്കടമായി. അള്ളാഹുവിന്റെ റസൂല് ചോദിക്കുന്നു, സ്വഹാബാ ആരാ പോകുന്നത്? ഹുബൈബിന്റെ ജനാസ ഖബറടക്കാൻ ആരാ പോകുന്നത്? യാ റസൂലല്ലാഹ്, മുത്തുനബിയേ ഒരു ചെറുപ്പക്കാരനായ സ്വഹാബി അല്ലാഹുവിന്റെ റസൂലിന്റെ അടുക്കൽ നിന്ന് അനുവാദം വാങ്ങിയിട്ട് ഉബൈബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ ജനാസ തൂക്കിയിട്ടിരുന്ന സ്ഥലത്തേക്ക് പോകുമ്പോ ശത്രുക്കൾ കാവല് നിൽക്കുന്നവർ അവർ കള്ളു കുടിച്ചുകൊണ്ട് നിൽക്കുകയാണ്, അവർ ആസ്വദിച്ചുകൊണ്ട് നിൽക്കുകയാണ്. ആ സ്വഹാബി പറയുകയാ, അതാ കള്ളു കുടിച്ചുകൊണ്ട് നിൽക്കുന്ന ശത്രുക്കളുടെ ഇടയിലേക്ക് യുവത്വത്തിന്റെ നടുവിലൂടെ നടന്നു പോകുന്ന സുന്ദരിയായ ഒരു ചെറുപ്പക്കാരിയായ പെണ്ണോടി വരികയാ.
അവള് ചോദിക്കുന്നു, എവിടെ ഉബൈബിന്റെ തലയെവിടെ, ഉബൈബിന്റെ തലയെവിടെ? ശത്രുക്കള് ചോദിക്കുന്നു, പെണ്ണ് ഈ പുഴുത്തു നാറിക്കിടക്കുന്നവന്റെ തല നിനക്കെന്തിനാ പെണ്ണ്? ഈ ചത്തുപോയവന്റെ തല നിനക്കെന്തിനാണ്? പെണ്ണ് പറഞ്ഞ മറുപടി എന്തെന്നറിയോ? അവന്റെ തല വെട്ടിപ്പൊളിച്ചിട്ട് അവന്റെ തലച്ചോറെടുത്ത് വെളിയിൽ കളഞ്ഞിട്ട് എനിക്ക് അവന്റെ തലയോട്ടി വേണം കള്ളൊടിച്ചു കുടിക്കാൻ. എനിക്ക് ഹുബൈബിന്റെ തലയോട്ടി വേണം. എന്തിനാ കള്ളൊഴിച്ചു കുടിക്കാൻ? ഞാൻ ശപഥം ചെയ്തിട്ട് വന്നവളാട്. ആരാ വെട്ടിത്തരുന്നത്? നിങ്ങളിൽ ആരാണോ ഹുബൈബിന്റെ തല എന്റെ കയ്യിൽ കൊണ്ടുതരുന്നത് അവന് ഞാൻ എന്റെ ശരീരം തരാമെന്ന് ഓഫർ ചെയ്യുമ്പോ കള്ളു കുടിച്ചു കൊണ്ടിരുന്നവന്മാര് ഉരിപ്പിടിച്ച വാളുമായിട്ട് ഓടുകയാണ്. സ്വഹാബി ഈന്തപ്പന മരത്തിന്റെ മുകളിലേക്ക് വലിഞ്ഞു കയറി. സുബ്ഹാനല്ലാഹ്, കാണുന്ന രംഗം എന്തെന്നറിയോ? തലവെട്ടാ പോയവന്മാര് ജീവനും കൊണ്ടോടുകയാണ്. എല്ലാവരും പരക്കം പായുകയാണ്. ഒന്നും കാണുന്നില്ലടോ, എന്താണ് നടക്കുന്നതെന്നറിയുന്നില്ല. കുറെ സമയം കഴിഞ്ഞു, ഒരുപാട് സമയം കഴിഞ്ഞു. ശാന്തമായപ്പോ ആകാമരത്തിന്റെ മുകളിൽ നിന്ന് സ്വഹാബി ഇറങ്ങുകയാണ്. റളിയല്ലാഹു തആല അൻഹുവിന്റെ ജനാസ തൂക്കിയിട്ടിരുന്ന സ്ഥലത്ത് ചെല്ലുമ്പോ ജനാസ കാണുന്നില്ല, ജനാസ കാണുന്നില്ല. ഇലാ ഹദറത്തി റസൂലില്ലാഹ്, അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുമ്പിലേക്ക് ചെന്ന് കരഞ്ഞുകൊണ്ട് സംഭവം പറയുകയാണ്. നബിയേ, ജനാസ കാണുന്നില്ല നബിയേ, ജനാസ കാണുന്നില്ല നബിയേ. അല്ലാഹുവിന്റെ റസൂൽ അവിടുന്ന് ചിരിക്കുകയാണ്. മുത്ത് നബി അവിടുന്ന് ചിരിക്കുകയാണ്. സ്വഹാബാ, എന്റെ ഹുബൈബിനെ ഖബറടക്കി സ്വഹാബാ. നിസ്കരിക്കുന്നവർക്ക് അല്ലാഹു തരുന്ന ഒന്നാമത്തെ പ്രതിഫലം മരിക്കുന്ന കാലം വരെ റിസ്ക് തരുമടോ. എന്റെ നല്ല മരണമാണ്. ശഹാദത്ത് കലിമ മലക്കുകൾ പറഞ്ഞു തരികയാണ്. പടച്ചവരെ, പുഞ്ചിരിക്കുന്ന മുഖമാണ് പെങ്ങള്. കഅബാലയത്തിന്റെ നേരെയാ ഹുബൈബിന്റെ തലയിരുന്നത്. അവസാനത്തെ പ്രതിഫലം കേൾക്കണോ ചെറുപ്പക്കാരാ? നിസ്കരിക്കുമോ പൊന്നുമോന്? ഈ സദസ്സിലിരിക്കുന്ന ഏതെങ്കിലും ഒരു ആണാകട്ടെ പെണ്ണാകട്ടെ, 5 വഖത്ത് നിസ്കരിച്ച അല്ലാഹു തരുന്ന പ്രതിഫലം അറിയുമോ? കൂടെ പഠിക്കുന്നവരും കൂടെ നടക്കുന്നവരും നിന്നെ പരിഹസിച്ചാൽ നിസ്കാരം നിർത്തല്ലേ, നിസ്കാരം നിർത്തല്ലേ. ഈ കളിയാക്കുന്നവർ മുഴുവനും നാണം കെടുന്ന ഒരു ദിവസം വരാനുണ്ട്. ഈ കൂടെ പഠിച്ചവരൊക്കെ കളിയാക്കിയില്ലേ? ഇവള് മാത്രം വലിയ ബീവിയായിരിക്കുകയാണ്, വലിയ നിസ്കാരക്കാരിയാണ്. കളിയാക്കുമ്പോ തളർന്നു പോകല്ലേ പെങ്ങള്. അല്ലാഹു നിനക്ക് തരുന്ന പ്രതിഫലം എന്തെന്നറിയോ? ഒരു ദിവസം ഇവിടത്തെ പള്ളിയുടെ മിനാരത്തിൽ നിന്ന് വിളിച്ചു പറയും, ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. നീ മരിച്ചുപോയെന്ന് വിളിച്ചു പറയുന്ന ഒരു ദിവസമുണ്ട് പെങ്ങള്. ചെറുപ്പക്കാരാ, എല്ലാവരും നിന്റെ വീട്ടിലേക്ക് ഓടി വരുമടാ. കസേര നിരത്തുകയാ, ടാർപ്പ് കെട്ടുകയാ. വീടിന്റെ പരിസരത്ത് ചൂടുവെള്ളം നിനക്ക് വേണ്ടി ഒരുങ്ങുകയാണ്. അവസാനം എല്ലാവരും നിന്റെ വീട്ടിലേക്ക് കടന്നു വന്നോ. നിന്റെ ജനാസ എടുത്തുകൊണ്ട് കുളിപ്പിക്കാൻ പോവുകയാണ്. വസ്ത്രങ്ങൾ അടിച്ചു മാറ്റി, നജസ്സുകൾ ഒഴിവാക്കി, നികത്തിനടിയിലെ അഴുക്കുകൾ പോലും എടുത്തു കളഞ്ഞു. നല്ലതുപോലെ കുളിപ്പിക്കുകയാ, സുഗന്ധമിട്ട വെള്ളമൊഴിക്കുകയാ, ഒന്നുപടിപ്പിക്കുകയാ, തുടച്ചു വൃത്തിയാക്കുകയാ. പുതിയ വസ്ത്രത്തിലേക്ക് പൊതിയും മോനെ, പുതിയ വസ്ത്രത്തിലേക്ക് പൊതിയും പെങ്ങള്. ഒരാള് വന്നിട്ട് പറയുന്നു, എല്ലാവരും ഒന്ന് മാറി നിൽക്കണേ, എല്ലാവരും ഒന്ന് മാറി നിൽക്കണേ. എത്ര തിരക്കാണെങ്കിലും എല്ലാവരും മാറി നിൽക്കുകയാണ്. കുഞ്ഞുങ്ങളെ എടുത്തുകൊണ്ട് വരുന്നത് പോലെ നിന്റെ ജനാസ കൊണ്ടുവരികയാ. താഴെ കൊണ്ടുവന്ന് നിലത്ത് വിരിച്ചിട്ടിരിക്കുന്ന 3 കഷ്ണം തുണിയുടെ മുകളിലേക്ക് നിന്നെ കൊണ്ടുവന്ന് കിടത്തും ചെറുപ്പക്കാരാ. മോളെ,
ആ വെള്ള തുണിക്കകത്ത് നിന്നെ കൊണ്ടുവന്ന് കിടത്തുകയാണ്. എല്ലാവരും വന്നിട്ടുണ്ടോ, കുടുംബക്കാരും നാട്ടുകാരും അയൽവാസികളും വിളിക്കാതെ തന്നെ എല്ലാവരും നിന്റെ വീട്ടിൽ വന്നിട്ടുണ്ട്. എല്ലാവരും ഇങ്ങനെ ഒരുമിച്ചിരിക്കുകയാണ്. അപ്പോഴാണ് നിന്റെ തലയുടെ ഭാഗത്തിരിക്കുന്ന മനുഷ്യൻ ചോദിക്കുകയാ, ആ സുഗന്ധം തേച്ച പഞ്ഞി എവിടെ, ആ സുഗന്ധം തേച്ച പഞ്ഞി എവിടെ? മൂക്കിന്റെ ദ്വാരം പഞ്ഞി കൊണ്ടടയ്ക്കുന്നേ, കാണേണ്ടവർ കണ്ടോ, ഇതാ പൊതിയുന്നേ. ആ പഞ്ഞിയെടുത്ത് നിന്റെ മൂക്കിന്റെ ദ്വാരത്ത് വെക്കുകയാണ്. കാണേണ്ടവരൊക്കെ കണ്ടോ, സിറാജിനെ കാണേണ്ടവരൊക്കെ കണ്ടോ, മയ്യത്ത് കാണേണ്ടവരൊക്കെ കണ്ടോ. പൊതിയാൻ പോകുകയാണ്, ആയിഷാനെ പൊതിയാൻ പോവുകയാണ്, ഖദീജയെ പൊതിയാൻ പോവുകയാണ്. കാണേണ്ടവരൊക്കെ കണ്ടോ, പടച്ചവനെ അതാ കാണാനുള്ളവരൊക്കെ കാണുകയാണ്. പടച്ചറപ്പേ പെട്ടെന്നങ്ങ് പൊതിയുകയാ, നിന്റെ ജനാസ പൊതിയുകയാ. മയ്യത്തു കട്ടിൽ തോളിലേക്കുയരുന്നേ, പുരയ്ക്കുള്ളിലപ്പോൾ രോദനം ഉയരുന്നേ. ഒരു മരണ വീട്ടിൽ ഏറ്റവും കൂടുതൽ കരച്ചിൽ കേൾക്കുന്ന സമയമാ. ഏത് കരയാത്തവനും കരയുമടോ, ഏത് കരയാത്തവനും കരയുമടോ. കണ്ടു നിൽക്കുന്നവര് പോലും കരയുന്ന രംഗമാ. മയ്യത്ത് കട്ടിലെ ചുമലിലേക്ക് ഉയർത്തുമ്പോൾ, കട്ടില് ചുമലിലേക്ക് ഉയർത്തുമ്പോ അത് വല്ലാത്ത ഒരു രംഗമാ സഹോദര. സമാധാനിപ്പിക്കാൻ കഴിയാത്ത ഒരു സമയമാണ്.